ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി മെമ്മറി ഓഫ് എ മർഡർ എന്ന് പറഞ്ഞിട്ട് 2017 പുറത്തിറങ്ങിയ ഒരു കൊറിയൻ ക്രൈം മിസ്റ്ററി ത്രില്ലർ മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഒരു മൂവിയിൽ ഒരു സൈക്കോ ഉള്ളപ്പോൾ തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടായിരിക്കും ആ ഒരു സ്റ്റോറി നമ്മളെ കൊണ്ടുപോകുന്നത്. പക്ഷെ ഒരു മൂവിയിൽ 2 സൈക്കോൾ ഉണ്ടെങ്കിലോ അത്തരം മൂവീസുകൾ തന്നെ ചുരുക്കമാണ്. അതേപോലെയുള്ളൊരു മൂവിയാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതുമല്ലാതെ കാണുന്ന നമ്മളെപ്പോലെ പിടിച്ചിരുത്തുന്ന രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു മൂവിയിലുണ്ട്. തുടക്കം മുതൽ അവസാനം വരെയും ടെസ്റ്റിന് മേലെ ടെസ്റ്റും അടുത്തത് എന്താണ് നടക്കാൻ പോകുന്നത് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മളെ ത്രില്ലടിപ്പിച്ചിരുത്തുന്ന ഒരു മൂവി. അതുകൊണ്ട് നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെയും ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക എന്നുള്ളത് മാത്രമാണ്. അതേപോലെ തന്നെ മറക്കാതെ നമ്മുടെ ഈ ഒരു ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യുക. അപ്പോൾ ഇനി ഞാൻ കൂടുതലായിട്ടും പറഞ്ഞ് സമയം കളയുന്നില്ല, നമുക്ക് എന്തായാലും നേരെ സ്റ്റോറിയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഈ മൂവിയുടെ സ്റ്റാർട്ടിങ് സീനിൽ നമ്മുടെ ഈ മൂവിയിലെ ഹീറോയെ കാണിക്കുകയാണ്. ഹീറോ ഒരു വയസ്സായിട്ടുള്ള ഒരാളാണ്. അതുമല്ല ഹീറോയ്ക്ക് അൽഷിമേഴ്സ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു അസുഖമുണ്ട്. വേറെ ഒന്നുമല്ല, വയസ്സാവും തോറും ഓർമ്മകൾ നഷ്ടപ്പെടുന്ന ഒരു അസുഖം. ആ ഒരു അസുഖത്തിലെ നമ്മുടെ ഹീറോ പലയിടങ്ങളിലായിട്ട് തൻ്റെ വീട് എവിടെയാണെന്ന് പോലും അറിയാതെ റോഡിലെല്ലാം ചുറ്റി നടക്കും. അപ്പോഴേക്കും റോഡിൽ കടന്ന ആരെങ്കിലും ഹീറോയെ വിളിച്ചിട്ട് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടിരുത്തും. അങ്ങനെയാണ് ഇപ്പോഴും സാധാരണ സംഭവിക്കുന്നത്. അതേപോലെ തന്നെ ഇന്ന് നമ്മുടെ ഹീറോ എവിടെയോ നിൽക്കുമ്പോഴത്തേക്കും ഹീറോയെ കണ്ട ആരോ ഒരാൾ സ്റ്റേഷനിലേക്ക് കൊണ്ടിരുത്താണ്. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഹീറോയുടെ മകള് സാറ ഇവിടേക്ക് വരുന്നു. അപ്പോൾ ഈ ഒരു കൊറിയൻ പേരുകൾ പറയുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് കൺഫ്യൂഷൻ ആവും. അതുകൊണ്ട് അതുമല്ല പറയാനും ചെറിയ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ സിമ്പിളായിട്ട് സാറ, ഡേവിഡ് ഇങ്ങനെയുള്ള ഇംഗ്ലീഷ് പേരുകളൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്, അല്ലാതെ വേറെ ഒന്നുമില്ല. അങ്ങനെ സാറ നേരെ സ്റ്റേഷനകത്തേക്ക് കയറി വന്നിട്ട് അവളുടെ അച്ഛനെ കാണുന്നതും സത്യത്തിൽ നമ്മുടെ ഹീറോയ്ക്ക് ഒരു മാസത്തിന് മുന്നേ നടന്ന കാര്യങ്ങളൊക്കെ ചെറിയ ഓർമ്മയുണ്ട്. എന്നിരുന്നാലും അതെല്ലാം പോകെ പോകെ എന്തായാലും മറക്കാൻ പോവാണ്. അങ്ങനെ സാറയായാലും ഹീറോയെ വിളിച്ചിട്ട് ഒരു റെസ്റ്റോറൻറ്റിലേക്ക് ചെന്നിട്ടാണ് പറയുന്നത്, അച്ഛാ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരിക്കലും ശരിയാവത്തില്ല. മുന്നോട്ട് പോകുന്നതോടെ അച്ഛൻ പല കാര്യങ്ങളും മറക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു ടേപ്പ് അത് കയ്യിൽ വെച്ചോ. അന്നന്ന് നടക്കുന്ന കാര്യങ്ങളെല്ലാം ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അതെന്താണെന്ന് വീണ്ടും റിപ്പീറ്റ് അടിച്ച് കേൾക്കാൻ കഴിയും. അങ്ങനെ ആ ഒരു കാര്യം പിന്നീട് ഓർത്തെടുക്കാനും കഴിയും എന്നുള്ള രീതിയിൽ ആ ഒരു റെക്കോർഡിംഗ് ഡിവൈസ് ഹീറോയ്ക്ക് ഇങ്ങനെ കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഹീറോ നേരെ ചെക്കപ്പിനായിട്ട് ഡോക്ടറിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും ആ ഒരു ഡോക്ടർ ഇപ്പോൾ പരിശോധിച്ചിട്ട്, അല്ല 17 വർഷങ്ങൾക്ക് മുന്നേ നിങ്ങൾക്കൊരു ആക്സിഡൻറ്റ് സംഭവിച്ചല്ലേ, അതിലെ ഒരു ബ്രെയിൻ സർജറിയും ചെയ്തിട്ടുണ്ട്. ഒരു പക്ഷെ അതുകൊണ്ടായിരിക്കാം ഈ ഒരു അസുഖം നിങ്ങൾക്ക് ഇപ്പോൾ വരാൻ കാരണം എന്ന് നമ്മുടെ ഹീറോയോട് പറയുന്നതും 17 വർഷങ്ങൾക്ക് മുന്നേ നടന്ന ആ ഒരു ആക്സിഡൻറ്റിനെ പറ്റി ഹീറോ അങ്ങനെ ആലോചിച്ച് നോക്കുകയാണ്. അങ്ങനെ അതെല്ലാം ആലോചിച്ച് കഴിഞ്ഞ് അടുത്തത് കാണിക്കുമ്പോൾ ഹീറോയും സാറയും വീട്ടിലിരുന്ന് ടി വി എല്ലാം കാണുന്ന സമയത്താണ് ഒരു സീരിയൽ കില്ലറിനെ പറ്റിയുള്ള ന്യൂസ് ടി വിയിൽ ഇങ്ങനെ പറയുന്നു. ഇന്ന് രാവിലെ അവിടെയുള്ള ഒരു ആറിൽ നിന്നും ഒരു പെണ്ണിൻ്റെ ശരീരം ആ ഒരു പെണ്ണിനെ കൊന്ന് ഒരു ബാഗിൽ കെട്ടിയിട്ട അവസ്ഥയിലാണ് പോലീസുകാർക്ക് കിട്ടിയത്. അതുമല്ലാതെ ഇത് ഈ ഒരു നാട്ടിൽ നടക്കുന്ന ആദ്യത്തെ കൊലപാതകമല്ല. ഇതേപോലെ തന്നെ കഴിഞ്ഞ മാസം ഇതേ പാറ്റേണിൽ മറ്റൊരു പെണ്ണിൻ്റെ ശരീരവും ഇതേ ആറിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ വീണ്ടും ഒരു കൊലപാതകം നടക്കണമെന്നുണ്ടെങ്കിൽ ഇത് ചെയ്തത് എന്തായാലും ഒരു സീരിയൽ കില്ലർ ആയിരിക്കണം എന്നാണ് ന്യൂസിലൂടെ പറയുന്നത്. അങ്ങനെ ഇത് കാണുന്നതും നമ്മുടെ ഹീറോയ്ക്ക് നല്ല പേടിയായിട്ട്, തനിക്കൊരു മകളാണുള്ളത്. അതുകൊണ്ട് തൻ്റെ മകള് സാറ വെളിയിൽ പോകുന്ന ആ ഒരു സമയത്ത് സാറയുടെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, സാറാ ആദ്യം അങ്ങനെ ചുറ്റി നടക്കണ്ട, ഇതേ ടി വിയിലൊക്കെ പറയുന്നത് കേട്ടില്ലേ എന്ന് പറയുന്നതും സാറ പറയും, പേടിക്കണ്ട അച്ഛാ, എന്നെ എന്തായാലും ഒരു സീരിയൽ കില്ലറും ഒന്നും ചെയ്യാൻ പോകുന്നില്ല എന്നുള്ള രീതിയിൽ അവൾ ക്യാഷ്വലായിട്ട് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവാണ്. അങ്ങനെ സാർ അവിടെ നിന്ന് പോകുന്നതും ഇപ്പോൾ നമ്മുടെ ഹീറോ തൻ്റെ വോയിസ് ഓവറിൽ നമുക്കിങ്ങനെ പറഞ്ഞുതരാണ്, ഞാൻ ഇത്രയും പേടിക്കാൻ കാരണം എന്താണെന്നറിയോ, ഒരു കൊലയാളിയെ പറ്റി മറ്റൊരു കൊലയാളിക്ക് മാത്രമേ നല്ലതുപോലെ അറിയത്തുള്ളൂ എന്നും പറഞ്ഞിട്ട് തൻ്റെ ലാപ്ടോപ്പിനടുത്തേക്ക് ചെന്നിട്ട് അതിനകത്തുള്ള കുറേ ഡോക്യുമെന്റ്സ് എല്ലാം ഇങ്ങനെ തുറന്നു നോക്കാണ്. ഹീറോയുടെ പഴയ കാര്യങ്ങളെല്ലാം മറന്നു പോകാതിരിക്കാൻ വേണ്ടി ആ ഒരു കാര്യങ്ങളെല്ലാം ഡോക്യുമെന്റ്സ് ആയിട്ട് അവ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതങ്ങനെ ഓപ്പൺ ചെയ്യുന്നതും ആ ഒരു ഡോക്യുമെന്റിന്റെ ഫ്ലാഷ് ബാക്ക് ഇങ്ങനെ കാണിക്കുകയാണ്. ഫ്ലാഷ് ബാക്കിൽ 1971 നമ്മുടെ ഹീറോയ്ക്ക് അച്ഛൻ, അമ്മ, സഹോദരി ഇങ്ങനെ ഒരു ഫാമിലി തന്നെ ഉണ്ടായിരുന്നു. ഇതിൽ ഹീറോയുടെ അച്ഛനാണെങ്കിലോ ഏത് സമയവും കുടിച്ചിട്ട് വീട്ടിലേക്ക് വരിക, തൻ്റെ അമ്മേനെ സഹോദരനെ നല്ലതുപോലെ ഉപദ്രവിക്കുക, ഹീറോയെ ഉപദ്രവിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരവസരത്തിൽ നമ്മുടെ ഹീറോയ്ക്ക് അത് സഹിക്കാൻ കഴിയാതെ അവസാനം സ്വന്തം അച്ഛനെ കഴുത്ത് ഞെരിച്ച് കൊല്ലുകയും ചെയ്യുന്നു. അത് കഴിഞ്ഞ് വീടിനടുത്തായിട്ട് തന്നെ ഒരു കുഴിയെടുത്ത് കുഴിച്ചിടുകയും ചെയ്യുന്നു. ശരി, ഏതോ ഒരു പേടിയിൽ അങ്ങനെ ഒരു കൊല ചെയ്തു. അടുത്ത ദിവസം തന്നെ തന്നെ പോലീസ് പിടിക്കുമെന്നുള്ള പേടിയിലാണ് ഹീറോ 2-3 ദിവസം കഴിഞ്ഞ് പോയത്. പക്ഷേ എത്രയൊക്കെ പേടിച്ചിരുന്നിട്ടും പോലീസ് ഈ ഒരു കാര്യം അറിഞ്ഞതുമില്ല, ഹീറോയെ ഒരിക്കലും പിടിച്ചതുമില്ല. അതുകൂടി ആയപ്പോഴത്തേക്ക് നമ്മുടെ ഹീറോയ്ക്ക് കുറച്ചുകൂടി ധൈര്യം കൂടി. പിന്നീട് അവൻ ചിന്തിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, തൻ്റെ ഫാമിലിക്ക് സംഭവിച്ചതുപോലെ മറ്റൊരു ഫാമിലിക്കും സംഭവിക്കരുത്. ഇതേപോലെ തൻ്റെ അച്ഛനെ പോലെ മറ്റു ഫാമിലിയിലും ഇതേപോലെ അവരുടെ വീട്ടുകാരെ കുടിച്ചിട്ടെല്ലാം വന്ന് ഉപദ്രവിക്കുന്ന അതുപോലെയുള്ള ആളുകളുണ്ടല്ലോ, അങ്ങനെയുള്ള ആളുകളെ കണ്ടുപിടിച്ച് കൊല്ലാനായിട്ട് ഹീറോ തീരുമാനിക്കും. കാരണം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാലേ തൻ്റെ ഫാമിലി ഇപ്പോൾ സമാധാനമായിട്ട് ജീവിക്കുന്നത് പോലെ മറ്റു ഫാമിലിയും സമാധാനമായിട്ട് ജീവിക്കാൻ കഴിയത്തുള്ളൂ എന്നും പറഞ്ഞിട്ട് ഒരുപാട് പേരെ തേടി പിടിച്ച് ഹീറോ ഇങ്ങനെ കൊല്ലുന്നുണ്ട്. അതുമല്ല ഹീറോ കൊന്ന എല്ലാവരെയും കുഴിച്ചു മൂടാൻ വേണ്ടിയിട്ട്
അവനായിട്ടൊരു സ്ഥലം വാങ്ങി അവിടെ ഈ വലിയ മുളയുണ്ടല്ലോ അത് നട്ടുപിടിപ്പിച്ച് ആ ഒരു വസ്തുവിൽ തന്നെ അവൻ കൊന്നവരെ കുഴിച്ചിടുകയും ചെയ്തു. അപ്പോൾ പ്രസന്റിലെ ഒരു പാവത്താനെ പോലെ ഇരുന്നിട്ട് പാസ്റ്റില് ഇതുപോലുള്ളൊരു സീരിയൽ കില്ലർ ആയിരുന്നു നമ്മുടെ ഹീറോ എന്ന് കാണിച്ചിട്ട് ഇപ്പോൾ വീണ്ടും പ്രസന്റിൽ തന്നെ കാണിക്കുമ്പോൾ ഹീറോ ഒരു വെറ്റിനറി ഡോക്ടറും കൂടിയാണ്. അതുമല്ല തൻ്റെ അൽഷിമേഴ്സ് എന്ന് പറഞ്ഞ ഈ ഒരു അസുഖം കാരണം എല്ലാ കാര്യങ്ങളും മറന്നു പോകുന്നത് കൊണ്ട് തൻ്റെ ജോലിയിൽ പോലും ശ്രദ്ധ കേന്ദ്രീകരിക്കാണ്ട് കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ തൻ്റെ മകൾ പറഞ്ഞതുപോലെ തന്നെ അന്നന്ന് നടക്കുന്ന കാര്യങ്ങളെല്ലാം ആ ഒരു ഡിവൈസിൽ റെക്കോർഡ് ചെയ്ത് വെക്കാമെന്ന് പറഞ്ഞിട്ട് അന്ന് സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും ഹീറോ റെക്കോർഡ് ചെയ്യാനും തുടങ്ങാണ്. അതുമല്ലാതെ സാറ ഒരു കൗൺസിലിംഗ് ക്ലാസ്സിന് പോകാനായിട്ടും പറഞ്ഞിരുന്നു. അവിടേക്ക് ചെന്നിട്ട് ആ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതും ക്ലാസ് എടുക്കുന്നവനാണെങ്കിലോ പല്ലിക്ക് കോട്ട് സ്യൂട്ട് ഇട്ടതുപോലെ അവൻ അങ്ങനെ നിന്നിട്ട് തമാശ എന്നുള്ള പേരിൽ ഒരുപാട് കാര്യം പറയുന്നുണ്ട്. അത് ഇവന്റെ ശല്യം കൂടി സഹിക്കാതെ മറ്റൊരു ലേഡി, ഒരു ചെമ്പ് മുടിക്കാരി, അവൾക്കാണെങ്കിൽ നമ്മുടെ ഹീറോയെ ഇഷ്ടപ്പെട്ടെന്നുള്ള രീതിയിൽ അവളും ഹീറോയെ കറക്കി വീഴ്ത്താനായിട്ട് ഇങ്ങനെ നോക്കാണ്. അതുമല്ല ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന ആ ഒരാള് ഒരുപാട് കോമഡി പറഞ്ഞിരുന്നല്ലോ, അതിന് ബാക്കിയുള്ളവരെല്ലാം കറക്റ്റായിട്ട് സമയത്ത് ചിരിക്കുമ്പോഴത്തേക്കും ഹീറോ മാത്രം ചിരിക്കുന്നില്ല. വേറെ ഒന്നുമല്ല, ഹീറോയ്ക്ക് ഒരു ഇമോഷനും മറ്റു കാര്യങ്ങളെല്ലാം കുറച്ച് ലേറ്റ് ആയിട്ട് മാത്രമേ വരത്തുള്ളൂ. കാരണം മറ്റുള്ളവർ ചിരിച്ച് 1 മിനിറ്റ് കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും ഹീറോയ്ക്ക് ചിരി വരുന്നത്. കുറച്ച് ലേറ്റ് ആയിട്ട് മാത്രമേ അത് സംഭവിക്കത്തുള്ളൂ. അങ്ങനെ ക്ലാസ് കഴിഞ്ഞിട്ട് ഹീറോ നേരെ തിരിച്ച് വെളിയിലേക്ക് ഇറങ്ങി വരുമ്പോഴത്തേക്കും ആ ഒരു ചെമ്പ് മുടിക്കാരി ഉണ്ടല്ലോ, അവൾ ഇപ്പോഴും ഹീറോയുടെ പുറകെ വന്നിട്ട് അവനോട് സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ ഹീറോ ആണെങ്കിൽ വലിയ രീതിയിൽ മൈൻഡ് ഒന്നും കൊടുക്കാതെ അവളെ എങ്ങനെയെങ്കിലും പറഞ്ഞു വിട്ടിട്ട് അവൻ വാങ്ങിയിട്ടുള്ള ആ ഒരു വസ്തുവിലേക്ക് വരികയാണ്. അങ്ങനെ അവിടെ വന്ന് കിടന്നിട്ട് തൻ്റെ ഫ്ലാഷ് ബാക്ക് വീണ്ടും ഇങ്ങനെ ആലോചിച്ച് നോക്കുകയാണ്. കുട്ടിക്കാലം മുതലേ ഒരുപാട് പേരെ കൊല്ലാൻ തുടങ്ങിയ നമ്മുടെ ഹീറോ 17 വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഈ കൊലയെല്ലാം ചെയ്യുന്നത് നിർത്തിയിരുന്നു. അന്ന് അവസാനമായിട്ട് കൊന്നത് ഒരു ലേഡിയാണ്. പക്ഷെ ആ ഒരു ലേഡി ആരാണ്, എന്തിനാണ് ആ ഒരു ലേഡിയെ കൊന്നത് എന്നുള്ള കാര്യം ഇപ്പോഴും നമ്മുടെ ഹീറോയ്ക്ക് ഓർമ്മയില്ല. ആ ഒരു ലേഡിയുടെ കഴുത്ത് ഞെരിച്ച് കൊന്നതിന് ശേഷം അവരുടെ ശരീരം അവിടെ കുഴിച്ചിട്ട് തിരിച്ചു വരുന്ന വഴിക്കാണ് ഹീറോയ്ക്ക് ആ ഒരു ആക്സിഡന്റ് തന്നെ സംഭവിക്കുന്നത്. അങ്ങനെ ആക്സിഡന്റ് സംഭവിച്ചതിന് ശേഷം വലിയ രീതിയിൽ പരിക്കൊന്നും പറ്റാത്ത നമ്മുടെ ഹീറോ നേരെ വീട്ടിലേക്ക് വന്ന് നോക്കുമ്പോഴത്തേക്കും ഇപ്പോൾ വലുതായിട്ടുള്ള സാറ അന്ന് ചെറിയൊരു കുട്ടിയായിരുന്നു. അപ്പോൾ ഇനിയും താൻ ഈ ഒരു കൊലപാതകങ്ങളെല്ലാം നടത്തി കഴിഞ്ഞാൽ തനിക്ക് വേണ്ടിയിട്ട് ജീവിക്കാൻ ഒരു പെൺകുട്ടിയുണ്ട്, അതുകൊണ്ട് തൻ്റെ മകൾക്ക് വേണ്ടിയിട്ടെങ്കിലും ഇതെല്ലാം നിർത്താന്ന് അന്ന് തീരുമാനം എടുക്കുന്ന ഹീറോ ആണ് ഇതുവരെയും അതേപോലുള്ളൊരു കൊലപാതകം ചെയ്യാത്തത്. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ അവൻ വാങ്ങിയ ആ ഒരു വസ്തുവിൽ നിന്ന് ആലോചിച്ച് നോക്കിയിട്ട് പെട്ടെന്ന് അവിടെ നിന്നേം പോകാനായിട്ട് വരുമ്പോൾ ഹീറോയുടെ ഒരു കണ്ണ് മാത്രം പെട്ടെന്ന് വെട്ടാൻ തുടങ്ങും. അപ്പോൾ ഇതിന് കാരണം എന്താണെന്ന് വെച്ചാൽ എപ്പോഴെല്ലാം ഇതേപോലെ ഹീറോയുടെ കണ്ണ് വെട്ടാൻ തുടങ്ങുന്നോ അപ്പോഴെല്ലാം അതിന് മുന്നേ എന്താണ് നടന്നതെന്ന് ആ ഒരു സമയം മുതൽ ഹീറോ മറന്നുപോകും. ഇപ്പോഴും നമ്മുടെ ഹീറോയ്ക്ക് അതേപോലെ തന്നെയാണ്. ഇപ്പോൾ താൻ എവിടെയാണ് ഉള്ളതെന്ന് പോലും ഹീറോയ്ക്ക് അറിയത്തില്ല. അതുമല്ല തിരിച്ച് വീട്ടിലേക്ക് പോകാനായിട്ടുള്ള ആ ഒരു വഴി പോലും മറന്നിട്ട് കാറും എടുത്ത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും നല്ല മഞ്ഞ് വീഴുന്നുണ്ട്. മുന്നിലുള്ളതൊന്നും പെട്ടെന്ന് കാണാൻ പോലും കഴിയത്തില്ല. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് റോഡിൽ പാർക്ക് ചെയ്തിരുന്ന ഒരു കാറിലേക്ക് പെട്ടെന്ന് കൊണ്ടങ്ങ് ഇടിക്കുന്നതും അറിയാതെ ഇടിച്ചതാണ്. എന്തായാലും ഡ്രൈവറിനോട് സോറി പറയാമെന്ന് പറഞ്ഞ് കാറിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങിയിട്ട് കാറിനടുത്തേക്ക് നടന്ന് ചെല്ലുമ്പോഴത്തേക്കും ഹീറോ കൊണ്ടിടിച്ച ആ ഒരു ഇടിയിൽ കാറിന്റെ പുറകിലെ ഡിക്കി തുറന്നിരുന്നു. അപ്പോൾ അതടയ്ക്കാന്ന് പറഞ്ഞിട്ട് അടുത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കാണ് ഇവിടെ നമുക്കൊരു ടെസ്റ്റ് വരുന്നത്. എന്താണെന്ന് കാണിക്കുമ്പോൾ ആ ഒരു കാറിന്റെ ഡിക്കിയിൽ എന്തോ ഒരു ബാഗ് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അതുമല്ല ആ ഒരു ബാഗിന് താഴെയാണെങ്കിൽ ഒരുപാട് രക്തവും കിടക്കുന്നു. ഇതെന്താണെന്ന് അറിയാൻ വേണ്ടി ഹീറോ ആ ഒരു രക്തം അങ്ങനെ തൻ്റെ കർച്ചീഫിൽ അങ്ങനെ എടുക്കുന്നതും ഡ്രൈവർ സീറ്റിലിരുന്നവനാണെങ്കിൽ ഈ ഒരു കാര്യം ഇങ്ങനെ കാണുകയും ചെയ്യുന്നു. അങ്ങനെ അവനാണെങ്കിലും പെട്ടെന്ന് കാറിൻ്റെ അടുത്തേക്ക് വന്നിട്ട് ആ ഒരു ഡിക്കി പെട്ടെന്ന് വലിച്ചു മൂടുന്നതും ഹീറോ അവൻ്റെ മുഖം കാണുമ്പോഴത്തേക്കും ഹീറോയ്ക്ക് ചെറിയൊരു സംശയമുണ്ട്. ഒരുപക്ഷെ നമ്മുടെ ഈ ഒരു നാട്ടിൽ കൊല ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു സീരിയൽ കില്ലർ ഇവനായിരിക്കോ എന്നുള്ള രീതിയിൽ. കാരണം നമ്മുടെ ഹീറോ ആണെങ്കിലും കുട്ടിക്കാലം മുതലേ എത്ര പേരെ കൊന്നിട്ടുണ്ട്. അതുകൊണ്ട് ഒരു കൊലയാളിക്ക് മറ്റൊരു കൊലയാളിയെ കാണുമ്പോൾ തന്നെ ഏകദേശം മനസ്സിലാവും. അപ്പോൾ നമ്മുടെ ഹീറോ ഇവനെ സംശയിച്ചത് കൊണ്ട് തന്നെ ഇവനാണ് ഇനി മുതൽ നമ്മുടെ ഈ മൂവിയിലെ വില്ലൻ. അവൻ എന്തായാലും നമുക്ക് കില്ലർ സാം എന്ന് വിളിക്കാം. അപ്പോൾ ഹീറോ സാമിനോട് ചോദിക്കും, അല്ല കാറിനകത്ത് എന്താ എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും, ഏയ് അത് വേറെ ഒന്നുമില്ല, ആക്സിഡന്റ് പറ്റി ചത്തുപോയ ഒരു മാനാണ്, ഇത് ഈ കാണുന്നതെല്ലാം മാനിൻ്റെ രക്തമാണ് എന്നിങ്ങനെ പറയുന്നതും ഹീറോ പറയും, ഓക്കെ ശരി ശരി, എന്തായാലും ഞാനല്ലേ നിങ്ങളുടെ കാറിൽ കൊണ്ടുവന്ന് ഇടിച്ചത്, കാറിന് എന്തെങ്കിലും പരിക്കോ വല്ലോ പറ്റിയിട്ടുണ്ടെങ്കിൽ ശരിയാക്കാനുള്ള പണം ഞാൻ തരാം, ദേ ഇതാണ് എൻ്റെ വിസിറ്റിംഗ് കാർഡ് എന്ന് പറഞ്ഞിട്ട് ഹീറോയുടെ കയ്യിലുള്ള ആ ഒരു കാർഡ് അവൻ്റെ കയ്യിൽ കൊടുത്തിട്ടാണ് അവനോട് ചോദിക്കുന്നത്, അല്ല നിങ്ങളെ കോൺടാക്ട് ചെയ്യാനായിട്ട് നിങ്ങളുടെ കാർഡോ മറ്റോ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും, ഓക്കെ ഞാൻ ഇപ്പോൾ എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് നേരെ കാറിലേക്ക് കയറിയിരുന്ന് പെട്ടെന്ന് കാർ എടുത്തുകൊണ്ട് അവിടെ നിന്ന് പോവാണ്. അങ്ങനെ അവൻ പോയതിന് ശേഷം നടന്ന ഈ ഒരു കാര്യം മറക്കാതിരിക്കാൻ വേണ്ടി ഹീറോ ആ ഒരു റെക്കോർഡിംഗ് ഡിവൈസ് എടുത്തിട്ട് അതിൽ റെക്കോർഡ് ചെയ്യാണ്. ഇതേപോലെ ഞാൻ വരുന്ന വഴിക്ക് ഒരു കാറിൽ ഇടിച്ചെന്നും കാറിൻ്റെ ഡിക്കി തുറന്ന് അതിനകത്ത് ഒരു ബാഗ് കണ്ടു, രക്തം കണ്ടു, അതേപോലെ തന്നെ കാറിൻ്റെ നമ്പർ ഇതാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം ഹീറോ അതിൽ റെക്കോർഡ് ചെയ്ത് വെക്കുകയും ചെയ്യുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നേരെ വീട്ടിലേക്ക് ചെന്ന് കാർ ചീഫിൽ ആ ഒരു ബ്ലഡ് സാമ്പിൾ എടുത്തിരുന്നല്ലോ, അത് വീട്ടിൽ കൊണ്ടുവന്നിട്ട് പരിശോധിച്ച് നോക്കുമ്പോൾ ആ ഒരു ബ്ലഡ് സാമ്പിൾ ഓ ടൈപ്പിലുള്ളൊരു രക്തമാണ്. അപ്പോൾ ഈ ഒരു ഓ ടൈപ്പിലുള്ള രക്തം എന്തായാലും ഒരു മാനിനുണ്ടാവത്തില്ല. അങ്ങനെയാണെങ്കിൽ ഇതെന്തായാലും മനുഷ്യ രക്തമാണെന്ന് ഹീറോ ഇപ്പോൾ മനസ്സിലാക്കും.
അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഹീറോ കണ്ട അവൻ തന്നെയാണ് ന്യൂസിൽ പറഞ്ഞ അതേ സൈക്കോ കില്ലർ. അതുപോലെ ഇപ്പോഴാണെങ്കിൽ നമ്മുടെ ഹീറോ അവനെ കണ്ടപ്പോൾ തന്നെ ഏകദേശം മനസ്സിലായല്ലോ ഇവനായിരിക്കും ഒരുപക്ഷെ ആ ഒരു കില്ലറെന്ന്. അതുപോലെ തന്നെ ആ ഒരു കില്ലറും നമ്മുടെ ഹീറോയെ കാണുമ്പോഴത്തേക്കും ഹീറോയെ പറ്റിയും എന്തായാലും അന്വേഷിച്ച് കാണും. അങ്ങനെ ഒരുപക്ഷെ അവൻ ഹീറോയെ പറ്റി എന്തെങ്കിലും മനസ്സിലായി കഴിഞ്ഞാൽ തനിക്കോ തൻ്റെ മകൾക്കോ എന്തെങ്കിലും അപകടം വരാനായിട്ട് സാധ്യതയുണ്ട്. അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുന്നേ തന്നെ ആ ഒരു കില്ലറിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഹീറോ ഇപ്പോൾ താൻ ആരാണ്, പേരെന്താണ്, അഡ്രസ്സും കാര്യങ്ങളൊന്നും പറയാതെ സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ട് ഇതേപോലെ ഒരു കാർ നമ്പറിൽ ഒരു മനുഷ്യ ശരീരം കണ്ടതായിട്ടും ആ ഒരു കാർ നമ്പർ ഏതാണെന്നെല്ലാം പോലീസിനോട് ഇങ്ങനെ പറയുകയും ചെയ്യാണ്. അങ്ങനെ അത് കഴിഞ്ഞ് ഇപ്പോൾ അടുത്ത ദിവസം കാണിക്കുമ്പോഴത്തേക്കും ഒരു 1-1.5 ടെസ്റ്റ് ഇപ്പോൾ നമുക്ക് തരികയാണ്. എന്താണെന്ന് കാണിക്കുമ്പോൾ ആ ഒരു പോലീസുകാരി കാർ നമ്പർ ആരുടേതാണെന്ന് കണ്ടുപിടിച്ച് സ്റ്റേഷനകത്തേക്ക് ചെന്നിട്ട് തന്നെ ഒരു പോലീസുകാരനെ ഇങ്ങനെ വിളിക്കുന്നതും ആഹാ. അപ്പോൾ നേരത്തെ കണ്ട ആ ഒരു സൈക്കോ കില്ലർ മുട്ടയ്ക്ക് മുടി വെച്ചതുപോലെ ഇരിക്കുന്ന നമ്മുടെ സാമുണ്ടല്ലോ കില്ലർ, അവനൊരു പോലീസുകാരനും കൂടിയാണ്. അപ്പോൾ ആ ഒരു സൈക്കോ കില്ലർ ഒരു പോലീസുകാരനും കൂടിയാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നതും ഇപ്പോൾ പോലീസുകാരൻ എന്തായാലും ഇവൻ്റെ വണ്ടി നമ്പർ കണ്ടുപിടിച്ചു. പക്ഷേ ഇവനൊരു പോലീസുകാരനായതുകൊണ്ട് നമ്മുടെ ഹീറോ പറയുന്നത് അവരത്ര കാര്യമാകത്തില്ല. അപ്പോൾ പോലീസുകാർ ഇപ്പോൾ സാമിനോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിന്റെ കാർ നമ്പർ ആരോ തെറ്റായിട്ട് പറഞ്ഞിട്ട് നീയാണ് കില്ലറെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളെ വിളിച്ച് പറഞ്ഞത് എന്ന് പറയുന്നതും സാമിൻ്റെ കയ്യിലാണെങ്കിൽ ഹീറോയുടെ വിസിറ്റിംഗ് കാർഡ് ഇരിപ്പുണ്ടല്ലോ, അതിൽ ഹീറോയെ ഇതേപോലെ വിളിച്ചിട്ട് അവൻ കില്ലറാണെന്നുള്ള കാര്യം പറയത്തില്ല. സാർ ഞാൻ പോലീസുകാരനാണ്, നിങ്ങളൊരു കാർ നമ്പറിനെ പറ്റി പറഞ്ഞിരുന്നല്ലോ, ആ ഒരു കാർ ഓണറിനെ വിളിച്ചിട്ട് ഞങ്ങൾ ചോദ്യം ചെയ്തിരുന്നു, അയാളാണ് നിങ്ങളുടെ വിസിറ്റിംഗ് കാർഡ് ഞങ്ങളുടെ കയ്യിൽ തന്നത്. പിന്നെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അത് മനുഷ്യൻ്റെ രക്തമൊന്നുമല്ല, അതൊരു മാനിൻ്റെ രക്തം തന്നെയാണ്, അത് ഞങ്ങൾ പരിശോധിച്ചിരുന്നു, അതുകൊണ്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, വേറെ പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് കില്ലർ സാം ആ ഒരു ഫോൺ കട്ട് ചെയ്യുന്നതും നമ്മുടെ ഹീറോ എന്തായാലും ഇതിൽ നിന്ന് പിന്മാറുന്ന ലക്ഷണമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ പോലീസിനെ കൊണ്ട് ഒന്നും എന്തായാലും ചെയ്യാൻ കഴിയത്തില്ല. അതുകൊണ്ട് കില്ലർ എടുത്തുകൊണ്ട് പോയ ആ ഒരു ശരീരം എവിടെയാണ് കൊണ്ടിട്ടിട്ടുള്ളത് എന്ന് ഞാൻ കണ്ടുപിടിക്കാൻ പോവാണെന്ന് പറഞ്ഞിട്ട് നല്ല മഴയത്ത് ഒരു റെയിൻകോട്ടെല്ലാം എടുത്തിട്ട് ഈ ചെയ്യാൻ പോകുന്ന കാര്യം ആ ഒരു ഡിവൈസിൽ റെക്കോർഡ് ചെയ്ത് ഒരുപക്ഷെ താനാണ് ആ ഒരു പെണ്ണിനെ കൊന്നതെങ്കിൽ എവിടെയായിരിക്കും അവളുടെ ശരീരം കൊണ്ടിടുന്നത് എന്ന് ചിന്തിച്ചിട്ട് ആ കില്ലർ അന്ന് കാറും കൊണ്ട് ഏത് വഴിക്കാണോ പോയത് ആ ഒരു വഴിയെ ഫോളോ ചെയ്ത് പോകുമ്പോഴത്തേക്കും ആ ഒരു വഴിയുടെ അവസാനത്തിൽ ഒരു വലിയ ആറുണ്ട്. അവിടേക്ക് ചെന്നിങ്ങനെ നോക്കുമ്പോഴത്തേക്കും അവിടെ തന്നെ ഒരു ബാഗ് കിടക്കുന്നു. അങ്ങനെ ആ ഒരു ബാഗ് ചെന്ന് തുറന്ന് നോക്കുമ്പോൾ ആഹാ, നമ്മുടെ ഹീറോ കറക്റ്റായിട്ട് തന്നെയാണ് വന്നത്. നോക്കുമ്പോൾ ആ ഒരു കില്ലർ കൊന്ന ആ ഒരു പെണ്ണിൻ്റെ ശരീരം ഈ ഒരു ബാഗിനുള്ളിൽ തന്നെയുണ്ട്. അങ്ങനെ ഈ ഒരു കാര്യവും നമ്മുടെ ഹീറോ സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ട് തൻ്റെ പേര് സ്ഥലമൊന്നും പറയാതെ കാര്യം വിളിച്ച് പറയുന്നതും അടുത്ത ദിവസം തന്നെ പോലീസ് അവിടേക്ക് വന്നിട്ട് ആ ഒരു ബോഡിയും കണ്ടെടുക്കുന്നു. പക്ഷെ ഇതുവരെയും കില്ലർ ആരാണെന്നുള്ള കാര്യം നമ്മുടെ ഹീറോയ്ക്കല്ലാതെ മറ്റാർക്കും അറിയത്തുമില്ല. അങ്ങനെ ഈ ഒരു കാര്യമെല്ലാം ഹീറോ ടി വിയിലൂടെ ഇങ്ങനെ കാണുന്നതും അന്ന് രാത്രിയായിട്ടും തൻ്റെ മകൾ തിരിച്ച് വീട്ടിലേക്ക് വരുന്നില്ല. ഒരുപാട് നേരമായിട്ട് കാത്തിരുന്നിട്ടും വരാത്തത് കൊണ്ട് പെട്ടെന്ന് വീട്ടിലേക്ക് ഇറങ്ങി നിൽക്കുമ്പോഴത്തേക്കും തൻ്റെ മകൾക്ക് പകരം ഇപ്പോൾ മറ്റൊരു ലേഡിയാണ് നടന്നു വരുന്നത്. ആ ഒരു ലേഡിയെ കാണുന്നതും എന്താണെന്ന് അറിയത്തില്ല ഹീറോ ഓടിച്ചെന്നിട്ട് അവരെ കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ ശ്രമിക്കുകയാണ്. കുറച്ച് കഴിയുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് ആ ഒരു ലേഡിയുടെ രൂപം മാറിയിട്ട് ഇപ്പോൾ ഹീറോ കഴുത്ത് ഞെരിച്ചുകൊണ്ടിരിക്കുന്നത് തൻ്റെ സ്വന്തം മകളുടെ കഴുത്തിൽ തന്നെയാണ്. അതുപോലെ തൻ്റെ മകളാണെന്ന് മനസ്സിലാക്കുമ്പോഴത്തേക്കും ഹീറോയ്ക്ക് തന്നെ അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. എങ്ങനെയാണ് തൻ്റെ മകളുടെ കഴുത്തിൽ ഇങ്ങനെ അത് അവളെ കൊല്ലാനായിട്ട് ശ്രമിച്ചത്? 17 വർഷങ്ങൾക്ക് മുന്നേ തന്നെ മറ്റുള്ളവരെ കൊല്ലുന്നത് ഹീറോ നിർത്തലാക്കിയിരുന്നു. പക്ഷേ താൻ പോലും അറിയാതെ തൻ്റെ മകളുടെ കഴുത്തിൽ ഇപ്പോൾ അവൻ പിടിച്ചിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ മറന്നാലും ആ ഒരു കൊല ചെയ്യുന്ന ആ ഒരു ടെൻഡൻസി അത് മാത്രം എന്തായാലും താൻ മറക്കത്തില്ല. ഒരുപക്ഷെ ഇപ്പോൾ തൻ്റെ മകളാണെന്ന് പോലും അറിയാതെ മകളുടെ കഴുത്തിലേക്ക് പിടിച്ച ഞാൻ തന്നെ ആയിരിക്കണം വേറെ ഏതോ ഒരു പെണ്ണിനെ കൊന്ന് എൻ്റെ കാറിലെടുത്തിട്ട് ഉപേക്ഷിക്കാനായിട്ട് കൊണ്ടുപോകുന്ന സമയത്ത് ഒരുപക്ഷെ ഞാൻ ഇപ്പോൾ കില്ലറിൻ്റെ ബാഗിൽ ആ ഒരു ബാഗ് ഇരിക്കുന്നത് പോലെ എൻ്റെ കാറിലുള്ള ആ ഒരു ബാഗ് കണ്ടിട്ട് കില്ലറാണത് ചെയ്തതെന്ന് ഞാൻ ചിലപ്പോൾ സ്വയം ചിന്തിച്ച് കൂട്ടിയ കാര്യങ്ങളാണെങ്കിലോ, ഒരുപക്ഷെ ഞാൻ തന്നെയാണോ അറിയാതെ ആ ഒരു പെണ്ണിനെ കൊന്നത്, എന്നിട്ടത് വേറൊരാൾ കൊന്നതെന്ന് ഞാൻ തന്നെ വരുത്തി തീർക്കുമായിരുന്നു എന്നുള്ള രീതിയിൽ സത്യം ഏതാണ് കള്ളം ഏതാണ് എന്നുള്ള ആ ഒരു കൺഫ്യൂഷനിൽ തന്നെ ഹീറോ ഇരിക്കുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞിപ്പോൾ അടുത്ത ദിവസം കാണിക്കുമ്പോൾ ഹീറോ നേരെ ഒരു കോൺവെന്റ് സ്കൂളിലേക്ക് പോവാണ്. അവിടെ ചെല്ലുന്നത് എന്താണെന്ന് വെച്ചാൽ ഹീറോയ്ക്ക് ഒരു സഹോദരി ഉണ്ടായതായിട്ട് നമ്മൾ പറഞ്ഞിരുന്നല്ലോ. ആ ഒരു സഹോദരി വളർന്നതിന് ശേഷം ഒരു കന്യാസ്ത്രീ ആയിട്ടാണ് ജീവിക്കുന്നത്. അപ്പോൾ ആ ഒരു സഹോദരിയെ കാണാനാണ് ഹീറോ ഇപ്പോൾ ഇവിടേക്കും വരുന്നത്. വരുമ്പോഴത്തേക്കും തൻ്റെ സഹോദരിയാണെങ്കിൽ ഈ തുണിയെല്ലാം കഴുകിയിട്ട് അത് വിരിച്ചിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹീറോ നേരെ അവിടെയുള്ള ഒരു ബെഞ്ചിനടുത്തേക്ക് വന്നിരുന്ന്, അല്ല ചേച്ചി, 3 മാസങ്ങൾക്ക് മുന്നേ എനിക്ക് അൽഷിമേഴ്സ് എന്ന് പറഞ്ഞൊരു അസുഖം സ്റ്റാർട്ട് ചെയ്തു. അതുകൊണ്ട് തന്നെ അന്ന് നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് ഞാൻ ചില സമയത്ത് മറന്നുപോകും. പിന്നെ നിന്നെ ഒരുപാട് നാളായില്ലേ കണ്ടിട്ട്, ഒന്ന് കാണാനായിട്ട് വന്നതാണ്, വേറെ ഒന്നുമില്ലാന്ന് പറഞ്ഞ് ആ ഒരു കാര്യം പറഞ്ഞ് ഹീറോ കഴിച്ചുകൊണ്ടിരുന്ന ഒരു ആഹാരത്തിൻ്റെ പാതി അവിടെ വെച്ചിട്ട് അങ്ങനെ നടന്നു പോകുന്നതും ആ ഒരു സഹോദരി പറയുന്നുണ്ട്, ഏയ് നീ പേടിക്കൊന്നും വേണ്ട, എല്ലാം ശരിയാവും, ഞാൻ നിനക്ക് വേണ്ടി നല്ലതുപോലെ പ്രാർത്ഥിക്കുന്നുണ്ട് എന്നെല്ലാം ഇങ്ങനെ പറയുകയും ചെയ്യുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് ഹീറോ ഇപ്പോൾ ആ ഒരു കൗൺസിലിംഗ് ക്ലാസ് എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കാണ് നമ്മുടെ ആ ഒരു ചെമ്പ് മുടിക്കാരി ഉണ്ടല്ലോ, അവള് ഹീറോയുടെ കാറിൽ തന്നെ കയറുമെന്നും പറഞ്ഞിട്ട് തൻ്റെ കൂടെ തന്നെ വരുമെന്നും പറഞ്ഞ് നിർബന്ധം പിടിച്ച് കാറിലേക്ക് കയറുന്നു. വേറെ വഴിയില്ലാതെ ഹീറോയും അവളെയും കൂട്ടി ഇങ്ങനെ പോവാണ്.
അങ്ങനെ കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് ആഹാ ഒരു കാര്യം കാണുന്നത്. തൻ്റെ മകളായിട്ടുള്ള സാറയും അതേപോലെ തന്നെ ആ ഒരു കില്ലർ സാമും രണ്ടുപേരും ഒരുമിച്ച് നടന്നു പോകുന്നത് ഹീറോ ഇങ്ങനെ കാണുന്നതും. ആ ഒരു ടൈമിൽ തന്നെ നമ്മുടെ ഹീറോയുടെ കണ്ണ് പിടയ്ക്കാൻ തുടങ്ങും. അങ്ങനെ പിടച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹീറോ ഇതിനു മുന്നേ നടന്ന കാര്യങ്ങളെല്ലാം മറന്നു പോയെന്നാണ് മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ ഹീറോ ഇപ്പോൾ പെട്ടെന്ന് കാർ നിർത്തി വെളിയിലേക്ക് ഇറങ്ങി വന്നിട്ട് തൻ്റെ മകളെയും ആ ഒരു കില്ലറിനെ അവിടെ പിടിച്ചു നിർത്തുമ്പോഴത്തേക്കും സത്യത്തിൽ ഈ സാമിനെ ഇതിനു മുന്നേ കണ്ടതായിട്ടുള്ള ഒരു ഓർമ്മ പോലും നമ്മുടെ ഹീറോയ്ക്ക് ഇല്ല. അതെല്ലാം മറന്നുപോയി. തൻ്റെ മകളോടൊപ്പം ഒരു പയ്യനെ കണ്ടു. അത് ചോദിക്കാൻ വേണ്ടിയിട്ട് ഹീറോ പെട്ടെന്ന് താഴേക്ക് ഇറങ്ങി വന്ന് ഈ മുട്ടയ്ക്ക് മുടി വെച്ചതുപോലെ നമ്മുടെ സാം ഉണ്ടല്ലോ അവനെ നോക്കിയിട്ട് ഇവൻ ആരാണെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ നമ്മുടെ കില്ലർ സാമിനാണെങ്കിൽ അത്രയും ഷോക്കായിപ്പോയി. കാരണം തന്നെ നേരിട്ട് കണ്ട് അത്രയും കാര്യങ്ങൾ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞ ഒരാൾ ഇപ്പോൾ താൻ ആരാണെന്ന് പോലും അറിയാത്ത രീതിയിൽ സംസാരിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അവന് മനസ്സിലാവുന്നില്ല. അതുമല്ല ഇനിയും തന്നെ പറ്റി ഒരു കാര്യങ്ങളും പോലീസിനോട് പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മുടെ ഹീറോയെ കയ്യിലെടുക്കാൻ വേണ്ടിയിട്ടാണ് ഹീറോയുടെ മകളെ അവനിപ്പോൾ സ്നേഹിക്കുന്നതെന്ന് പറഞ്ഞിട്ട് പുറകെ നടക്കുന്നത്. ഓക്കെ ശരി, എന്തായാലും ഇവൻ എന്നെ അറിയാത്തതുപോലെ തന്നെയാണ് നടക്കുന്നത്, അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് സാം അങ്ങനെ ഹീറോയോട് പറയും, സാർ അപ്പോൾ എന്നെ നിങ്ങൾക്ക് അറിയത്തില്ല? ഓക്കെ, ഞാൻ ഈ ഒരു നാട്ടിലെ പോലീസ് സ്റ്റേഷനിലാണ് വർക്ക് ചെയ്യുന്നത്, ഒരു പോലീസുകാരനാണ്, പേര് സാം എന്നാണ്. അതുകൊണ്ട് നിങ്ങൾ ഒട്ടും പേടിക്കേണ്ട ഒരു ആവശ്യമില്ല, ധൈര്യമായിട്ട് വീട്ടിൽ പോയിക്കോ, നിങ്ങളുടെ മകളെ സേഫായിട്ട് ഞാൻ തന്നെ വീട്ടിലാക്കി തരാം എന്ന് നമ്മുടെ ഹീറോയോട് പറയുന്നതും ഹീറോയ്ക്കായാലും ഓക്കെ ശരി, തൻ്റെ മകള് ഇപ്പോൾ ഒരു പോലീസുകാരൻ്റെ കൂടെയാണ് പോകുന്നത്, അതുകൊണ്ട് ഒരു കുഴപ്പവും സംഭവിക്കത്തില്ല എന്നും പറഞ്ഞ് ആ ഒരു കാർ എടുത്തിട്ട് വീണ്ടും അങ്ങനെ പോകുമ്പോഴത്തേക്കും നേരത്തെ കാര്യങ്ങളെല്ലാം ഹീറോ മറന്നിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ അടുത്തിരിക്കുന്ന ആ ഒരു ചെമ്പ് മുടിക്കാരി ആരാണെന്ന് പോലും ഹീറോ മറന്നുപോയി. അപ്പോൾ ഹീറോ ചോദിക്കും, ഹേയ് നീ ആരാ, എന്തിനാ എന്നോടൊപ്പം എൻ്റെ കാറിൽ സഞ്ചരിക്കുന്നേ എന്നും പറഞ്ഞിട്ട് അവളെ പാതി വഴിയിൽ ഇറക്കി വിട്ടിട്ട് ഹീറോ അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ആ ഒരു വോയിസ് റെക്കോർഡറിലെ കുറച്ച് മുന്നേ ഞാൻ എൻ്റെ മകളെയും അതേപോലെ തന്നെ അവളുടെ കാമുകനായിട്ടുള്ള ഒരു പോലീസുകാരൻ സാമിനെയും കണ്ടിരുന്നു. എൻ്റെ മകൾ എന്തായാലും സ്നേഹിക്കുന്നത് ഒരു നല്ലവനായിട്ടുള്ള ഒരാൾ തന്നെയാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം അതിൽ റെക്കോർഡ് ചെയ്ത് അവൻ അങ്ങനെ പോകുന്നതും ഈ ഒരു സൈഡിൽ കാണിക്കുമ്പോൾ നമ്മുടെ ഹീറോ എല്ലാ കാര്യങ്ങളും എങ്ങനെയാണ് മറന്നു പോയെന്ന് അറിയാൻ വേണ്ടി ഹീറോയുടെ മകളോട് സാറിയോട് അവൻ ചോദിക്കും, അല്ല നിൻ്റെ അച്ഛൻ എന്നെ ഇതിനു മുന്നേ കണ്ടിട്ടുണ്ട്, പക്ഷേ എന്തുകൊണ്ടാണ് ഇപ്പോൾ അറിയാത്തതുപോലെ സംസാരിച്ചത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ സാറാ നമ്മുടെ ഹീറോയ്ക്ക് ആ ഒരു അൽഷിമേഴ്സ് എന്ന് പറഞ്ഞിട്ട് അസുഖത്തിനെ പറ്റിയുള്ള കാര്യങ്ങൾ അവനോട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. അപ്പോൾ അവൻ പറയും, ഓക്കെ അതെല്ലാം ശരി, അല്ല ആ ഒരു വഴിക്ക് നിൻ്റെ അച്ഛൻ എവിടേക്കാണ് പോകുന്നത് എന്ന് ചോദിക്കുമ്പോഴത്തേക്കാണ് അവൾ പറയുന്നത്, അല്ല അവിടെ നിന്ന് കുറച്ച് പോയി കഴിഞ്ഞാൽ അച്ഛന് സ്വന്തമായിട്ടൊരു സ്ഥലമുണ്ട്, അവിടെയാണെങ്കിൽ അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട് എന്നുള്ള കാര്യം സാർ അവനോട് പറയുന്നതും ഓ അങ്ങനെയാണല്ലേ കാര്യങ്ങൾ എന്നുള്ള രീതിയിൽ നമ്മുടെ കില്ലർ സാം ഇപ്പോൾ അങ്ങനെ ഒരു ചിരിച്ചിരിക്കുകയാണ്. അതേസമയം ഒരു പോലീസുകാരിലെ ചീഫ് അയാളോടാണ് ആദ്യ സമയത്ത് നമ്മുടെ ഹീറോ കില്ലറിൻ്റെ കാറിലേക്ക് വന്ന് ഇടിച്ചിട്ട് അവൻ്റെ വണ്ടി നമ്പരും അതേപോലെ തന്നെ കില്ലറാണെന്ന് ഞാൻ സംശയിക്കുന്ന ആള് ഇവനാണെന്നുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു ചീഫിനോടാണ് ഹീറോ ആദ്യമായിട്ട് പറയുന്നത്. അതുപോലെ തന്നെ ആ ഒരു കാറിൽ എൻ്റെ കാർ കൊണ്ട് ഞാൻ ഇടിച്ചു, അതിന് കുറച്ച് പണം കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു, അതുകൊണ്ട് അയാളുടെ അഡ്രസ്സ് കണ്ടുപിടിച്ച് തരാൻ പറയുന്നതും അന്ന് ചോദിച്ച ആ ഒരു ചോദ്യത്തിന് ഉത്തരം ഇന്നാണ് നമ്മുടെ ഹീറോയ്ക്ക് കൊടുക്കുന്നതും അതേ കാര്യം നമ്മുടെ ഹീറോയോട് പറയുമ്പോഴത്തേക്കും ഹീറോയ്ക്ക് ഇപ്പോൾ പഴയ കാര്യങ്ങൾ മറന്നുപോയ ആ ഒരു കാര്യങ്ങൾ വീണ്ടും ഓർമ്മ വരുവാണ്. നീ ഒരു കാർ നമ്പർ തന്നില്ലേ, ആ ഒരു കാറിൻ്റെ ഓണറിൻ്റെ പേര് സാം എന്നാണ്, അവനൊരു പോലീസുകാരനാണ് എന്നിങ്ങനെ പറയുന്നതും ചീഫ് അവിടെ നിന്ന് പോയതിനു ശേഷം ഹീറോ ആ ഒരു റെക്കോർഡിംഗ് ഡിവൈസ് എടുത്തിട്ട് ഇതിന് മുന്നേ പറഞ്ഞ ആ ഒരു കാര്യം അത് വീണ്ടും കേട്ട് നോക്കുമ്പോഴത്തേക്കാണ് അതിൽ പറയുന്നത് എന്താണ്, തൻ്റെ മകൾ സ്നേഹിക്കുന്നത് ഒരു പോലീസുകാരനാണെന്നും അതേപോലെ തന്നെ ആ ഒരു പോലീസുകാരൻ്റെ പേര് സാം എന്നാണ്. അതേപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു പോലീസ് ചീഫ് ഹീറോയ്ക്ക് കൊടുത്ത ആ ഒരു അഡ്രസ്സ് അതിലുള്ള ആളുടെ പേര് സാം എന്നാണ്, അവൻ ഒരു പോലീസുകാരനാണെന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. ഇത് രണ്ടും വെച്ച് തന്നെ നമ്മുടെ ഹീറോ മനസ്സിലാക്കും അപ്പോൾ തൻ്റെ മകളോടൊപ്പം ചുറ്റി നടക്കുന്നത് ആ ഒരു കില്ലറായിട്ടുള്ള സാമാണെന്ന്. അപ്പോൾ മൂന്നാമത്തെ ആ ഒരു പെണ്ണിനെ കൊന്നതും കില്ലർ സാമു തന്നെയാണ് എന്ന് മനസ്സിലാക്കി നമ്മുടെ ഹീറോ ഇപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ തൻ്റെ മകൾ അവനോട് ചുറ്റി നടക്കുകയല്ലേ, അതുകൊണ്ട് തന്നെ രാത്രി മുഴുവൻ അവൾ എവിടെയാണെന്ന് അന്വേഷിച്ച് എല്ലായിടത്തും നടന്നിട്ട് വീട്ടിലേക്ക് വരുമ്പോഴത്തേക്കും സാറ വീട്ടിൽ തന്നെ നിൽപ്പുണ്ട്. അവളെ കാണുന്നതും പെട്ടെന്ന് ഓടി വന്നിങ്ങനെ പിടിച്ചിട്ട് ഏയ് ഇനി മേലാൽ ആ ഒരു പോലീസുകാരനോട് ചുറ്റി നടക്കരുത്, അങ്ങനെ വല്ലതും കണ്ടു കഴിഞ്ഞാൽ അത്രയേ ഉള്ളൂ എന്നെല്ലാം പറഞ്ഞ് അവൾ നല്ലതുപോലെ വിരട്ടി. അടുത്ത ദിവസം കാണിക്കുമ്പോഴത്തേക്കും വീണ്ടും സാറ അവനോടൊപ്പം തന്നെയാണ് പോകുന്നത്. അതുകൊണ്ട് ഹീറോ അവളോടൊപ്പം തന്നെ അവളെ ഫോളോ ചെയ്ത് പോയിട്ട് അവിടേക്ക് വന്ന് അവളെ വിളിച്ച് കാറിനകത്തേക്ക് കയറ്റിയിട്ട് നേരെ നമ്മുടെ കില്ലറിൻ്റെ അടുത്തേക്ക് വന്ന് മാസമായിട്ടൊരു ഡയലോഗ് ഉണ്ട്, ഡേയ് നീ ആരാണെന്ന് എനിക്ക് നല്ലതുപോലെ തന്നെ അറിയാം, അതേപോലെ തന്നെ ഞാൻ ആരാണെന്നും എന്തായാലും നീ കണ്ടുപിടിച്ച് കാണും, അതുകൊണ്ട് ആവശ്യമില്ലാതെ എൻ്റെ മകളോടൊപ്പം നടന്ന് അവളെ എന്തെങ്കിലും ചെയ്യാനായിട്ട് നീ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ തലയിലെ മുട്ട പൊട്ടിച്ച് ഞാൻ ഓംപ്ലേറ്റ് അടിക്കും. വെറുതെ പറയുന്നതാണെന്ന് ഒരിക്കലും വിചാരിക്കരുത്, ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെയ്തിരിക്കും, അതുകൊണ്ട് ഇനി എൻ്റെ മകളുടെ പുറകെ ഒരിക്കലും നടന്നു പോരുത് എന്നുള്ള രീതിയിൽ നമ്മുടെ കില്ലറിനെ നല്ലതുപോലെ വിരട്ടിയിട്ട് ഹീറോ സാറേനെ കൂട്ടി നേരെ വീട്ടിലേക്ക് വന്ന് വീടിനകത്ത് തന്നെ ലോക്ക് ചെയ്തിടുന്നു. എന്നിട്ട് പറയും, ഒരാഴ്ച നീ ഇവിടെ കിടന്നാൽ മതി, എല്ലാ പ്രശ്നങ്ങളും കഴിഞ്ഞിട്ട് നിന്നെ ഞാൻ വെളിയിൽ ഇറക്കാമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ നമ്മുടെ ഹീറോ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇനിയും തൻ്റെ മകളെ ഇതേപോലെ വിട്ടു കഴിഞ്ഞാൽ
ആ ഒരു കില്ലർ പുറകെ വന്ന് അവൾ എന്തെങ്കിലും ചെയ്യും. അതുകൊണ്ട് അതിനു മുന്നേ തന്നെ അവനെ കൊല്ലാന്ന് പറഞ്ഞിട്ട് അവനെ കൊല്ലാനായിട്ടുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തുകയാണ്. കാരണം ഹീറോ ഇപ്പോൾ നല്ല രീതിയിൽ പ്രായമായി. അതുകൊണ്ട് ശാരീരികമായിട്ടും മാനസികമായിട്ടും കുറച്ച് ആരോഗ്യം വേണം. അതുകൊണ്ട് തന്നെ കുറച്ച് എക്സസൈസ് എല്ലാം ചെയ്തിട്ട് പന്നിയെ കൊല്ലുന്ന ഒരു മരുന്നുണ്ട്, അതൊരു സിറിഞ്ചിൽ കയറ്റി കില്ലറിന്റെ വീടിന്റെ മുന്നിൽ പോയിട്ട് കില്ലറിനെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള കറക്റ്റായിട്ടുള്ള സമയത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാണ് മറ്റൊരു ടെസ്റ്റ്. ഹീറോയുടെ കണ്ണ് വീണ്ടും ഇതേപോലെ വെട്ടാൻ തുടങ്ങുന്നു. അങ്ങനെ വെട്ടി കഴിയുമ്പോഴത്തേക്കും പഴയ കാര്യങ്ങളിലെല്ലാം നമ്മുടെ ഹീറോ മറന്നും പോയി. അങ്ങനെ ആ ഒരു സീൻ കട്ട് ചെയ്യുന്നതും പിന്നീട് കാണിക്കുമ്പോൾ കാറിലിരുന്ന നമ്മുടെ ഹീറോ ഇപ്പോൾ തൻ്റെ വീട്ടിലാണ് ഇരിക്കുന്നത്. അതുമല്ല ലോക്ക് ചെയ്ത് വെച്ച സാറയാണെങ്കിലോ ഇപ്പോൾ വെളിയിലുണ്ട്. അതുമല്ല അതേ നമ്മുടെ ഹീറോ ആരെയാണോ കൊല്ലാനായിട്ട് വന്നത് ആ ഒരു കില്ലർ സാം ഇപ്പോൾ ഹീറോയുടെ മുന്നിൽ അവൻ്റെ വീട്ടിൽ നിന്നിട്ട് അവൻ്റെ മകളെ കല്യാണം കഴിക്കാനുള്ള കാര്യം ചോദിക്കാനായിട്ട് വന്നിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഹീറോ ആണെങ്കിൽ കഴിഞ്ഞ കാര്യങ്ങളെല്ലാം മറന്നുപോയല്ലോ. അതുകൊണ്ട് തന്നെ തൻ്റെ മുന്നിലിരിക്കുന്ന ഒരു പോലീസുകാരനാണ് തൻ്റെ മകളെ അവന് കെട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ജീവിതം അവൾക്ക് കിട്ടും എന്നുള്ള രീതിയിലാണ് ഹീറോ ഇപ്പോൾ ചിന്തിക്കുന്നത്. അങ്ങനെ അവനോട് ഓക്കെ എല്ലാം പറഞ്ഞിട്ട് ഹീറോ പറയും, ദേ ഒരു നിമിഷം നിങ്ങൾ ഇവിടെ ഇരിക്കും, ഞാൻ ഇപ്പോൾ വരാമെന്നും പറഞ്ഞ് നേരെ റൂമിനകത്തേക്ക് കയറിപ്പോയിട്ട് ആ ഡോർ അങ്ങനെ അടയ്ക്കുന്നതും എന്ത് പറ്റിയെന്നറിയത്തില്ല. നമ്മുടെ ഹീറോയും കില്ലറും നേരത്തെ സംസാരിക്കുന്ന സമയത്ത് അവൻ പറഞ്ഞ എന്തോ ഒരു കാര്യം ഹീറോയ്ക്ക് മനസ്സിലായി. അവന് വീണ്ടും പഴയ കാര്യങ്ങൾ ഓർമ്മ വന്നിരിക്കുകയാണ്. തൻ്റെ മകളുടെ പുറകെ വരരുതെന്ന് പറഞ്ഞ ഒരുത്തൻ ഇപ്പോൾ അവസാനം അവൻ്റെ വീട്ടിൽ വന്നിട്ട് അവൻ്റെ മകളെ ചോദിച്ചിരിക്കുന്നു. എത്ര ധൈര്യം ഉണ്ടെങ്കിൽ അവനത് ചെയ്യും, എന്തായാലും ഇവിടെ വെച്ച് തന്നെ അവനെ കൊല്ലാമെന്നും പറഞ്ഞിട്ട് ആ ഒരു സിറിഞ്ചും കൊണ്ട് കില്ലറിനെ കൊല്ലാനായിട്ട് അവൻ്റെ പുറകെ പോയി നിൽക്കുന്നുണ്ട്. പക്ഷേ തൻ്റെ മകൾ ഇവിടെ ഉള്ളത് കൊണ്ട് അതെന്തായാലും ചെയ്യാനായിട്ട് കഴിയുന്നില്ല. അങ്ങനെ കില്ലർ അവിടെ നിന്ന് പോകുന്നതും ഹീറോ നേരെ സാറയുടെ പിടിച്ച് അങ്ങനെ തിരിച്ചിട്ട് അവളുടെ കഴുത്തിറക്കി പിടിക്കുമ്പോഴത്തേക്കുള്ളൊരു പാടുണ്ടല്ലോ, അതുപോലെ ഇങ്ങനെ കാണുന്നതും ഹേയ് ദേ ഇപ്പോൾ പോയില്ലേ, അവനാണോ ഇത് ചെയ്തത്, എനിക്ക് അപ്പോഴേ നല്ലതുപോലെ അറിയാം അവൻ തന്നെയാണ് ആ ഒരു കൊലയാളിയെന്ന് എന്നെല്ലാം സാറയോട് ഇങ്ങനെ ദേഷിച്ച് പറയുന്നതും സാറ പെട്ടെന്ന് ദേഷ്യപ്പെട്ട് ഹീറോയോട് പറയും, നീ തന്നെയാണ് എൻ്റെ കഴുത്തിൽ പിടിച്ചത്, എന്നെ കൊല്ലാനായിട്ട് ശ്രമിച്ചു. നിങ്ങൾ പറയുന്നു അവനാണ് കൊലയാളിയെന്ന്, അവൻ പറയുന്നു എൻ്റെ അച്ഛൻ തന്നെയാണ് കൊലയാളിയെന്ന്. മൂന്നാമതായിട്ട് മരിച്ച ആ ഒരു പെണ്ണിൻ്റെ ശരീരം കിടന്ന സ്ഥലത്ത് ചെളിയും മറ്റും ഉണ്ടായിരുന്നു. രാവിലെ ബോഡി കിട്ടി. അതിന് മുന്നേയുള്ള ദിവസം അച്ഛൻ്റെ ഷൂവിലാണെങ്കിലും ആ ഒരു ചെളിയും മറ്റു കാര്യങ്ങളും ഞാൻ കണ്ടിരുന്നു. എന്നിരുന്നാലും എൻ്റെ അച്ഛൻ ഒരിക്കലും ആ ഒരു കൊലയാളി അല്ലാന്നേ ഞാൻ വിശ്വസിച്ചിരുന്നുള്ളൂ. അതുമല്ലാതെ അവനില്ലേ സാമ്, അവൻ വെറുതെ അല്ല വീട്ടിലേക്ക് വന്നിട്ട് കല്യാണക്കാരൻ സംസാരിച്ചത്. അച്ഛൻ തന്നെയല്ലേ ഒരാഴ്ചയ്ക്ക് മുന്നേ അവനോട് വീട്ടിലേക്ക് വരാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാനും അവനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത്. എന്നിട്ടിപ്പോൾ ഒന്നും അറിയാത്തതുപോലെ എന്നോട് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കില്ല അച്ഛാ, അച്ഛൻ്റെ ഈ ഒരു സ്വഭാവം എനിക്ക് ഒട്ടും സഹിക്കാൻ കഴിയുന്നില്ല. ഇനി കൂടുതലൊന്നും ചെയ്യാതെ അച്ഛനെ എന്തായാലും ഓൾഡ് ഏജ് ഹോമിലും എല്ലാം കൊണ്ടാക്കാം, അതേ ഉള്ളൂ വഴി, ഇതല്ലാതെ എനിക്ക് വേറെ വഴിയില്ലാന്നും പറഞ്ഞിട്ട് ഹീറോയ്ക്ക് കുറച്ച് വിഷമം വരുന്നത് പോലെ തന്നെ സംസാരിച്ച് അവളകത്തേക്ക് ഇങ്ങനെ കയറി പോകുന്നു. അങ്ങനെ സാറകത്തേക്ക് കയറി പോകുമ്പോഴത്തേക്കാണ് ഒരാഴ്ചയ്ക്ക് മുന്നേ എന്താണ് സംഭവിച്ചതെന്ന് ഹീറോയ്ക്ക് ഇപ്പോൾ ഓർമ്മ വരുന്നത്. അന്ന് കില്ലറിനെ കൊല്ലാന്ന് പറഞ്ഞ് അവൻ്റെ വീടിന് വെളിയിൽ നിൽക്കുമ്പോഴത്തേക്കാണല്ലോ ഹീറോയുടെ കണ്ണ് ഇതേപോലെ പിടച്ചത്. അത് കഴിഞ്ഞ് ഒരാഴ്ചയ്ക്ക് ശേഷമാണ് കില്ലർ സാറയെ കല്യാണം കഴിക്കാമെന്ന് ചോദിച്ച് ഇവിടേക്ക് തന്നെ വന്നത്. അപ്പോൾ ഇതിനുള്ളിലെ ആ ഒരാഴ്ച ഗ്യാപ്പിൽ എന്താണ് നടന്നതെന്ന് ഹീറോയ്ക്ക് ഇപ്പോൾ അറിയത്തില്ല. അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഓരോ ദിവസം കഴിയുന്തോറും ഹീറോയുടെ അസുഖം കൂടിക്കൂടിയാണ് വരുന്നത്. ഇങ്ങനെ പോയി കഴിഞ്ഞാലേ തൻ്റെ മകളെയും താൻ എന്തായാലും മറക്കും. അങ്ങനെയാണെങ്കിൽ ഒരു കാരണവശാലും തൻ്റെ മകളെ മറക്കരുത്. അതേപോലെ തന്നെ ആ ഒരു കില്ലറിൻ്റെ കയ്യിൽ നിന്നും തൻ്റെ മകളെ രക്ഷപ്പെടുത്തുകയും വേണം. അതിന് വേണ്ടിയിട്ട് അവളുടെ ഫോട്ടോ എടുത്തിട്ട് ലോക്കറ്റിൽ ഒട്ടിച്ച് വെച്ച് അടുത്തായിട്ട് നേരെ ആ ഒരു പോലീസ് ചീഫ് ഉണ്ടല്ലോ അയാളെ പോയി കാണും. അതുമല്ല നമ്മുടെ ഹീറോ ആണെങ്കിൽ കില്ലറിൻ്റെ കാറിൽ നിന്നും ആ ഒരു ബ്ലഡ് സാമ്പിൾ എടുത്തിരുന്നല്ലോ, അത് മനുഷ്യരക്തമാണോ ഇല്ലേന്ന് അറിയാൻ വേണ്ടി ആ ഒരു ചീഫിൻ്റെ കയ്യിൽ നമ്മുടെ ഹീറോ കൊടുത്തിരുന്നു. ഇപ്പോൾ വന്ന് ചോദിക്കുമ്പോഴത്തേക്കും ചീഫ് പറയും, ഹേയ് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, അതൊരിക്കലും ഒരു മനുഷ്യരക്തമല്ല, അത് ഒരു മാനിൻ്റെ രക്തം തന്നെയാണ്, ഞാൻ നല്ലതുപോലെ തന്നെ പരിശോധിച്ചിരുന്നു എന്ന് പറഞ്ഞിട്ട് ആ ഒരു ചീഫ് അവിടെ നിന്ന് പോകുന്നതും ഇപ്പോൾ ഹീറോയ്ക്ക് വീണ്ടും കൺഫ്യൂഷനായി തുടങ്ങി. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ ആ ഒരു മരിച്ച പെണ്ണിനെ താൻ തന്നെ ആയിരിക്കണം കൊന്നിട്ടുള്ളത്. ആ ഒരു പെണ്ണിനെ കൊന്നിട്ട് വരുന്ന വഴിക്ക് ഏതോ ഒരു മാനിനെ ഇടിച്ചിരിക്കണം. ആ ഒരു മാനിൻ്റെ ശരീരം എടുത്ത് തന്നെ ഡിക്കിയിലിട്ടിട്ട് അത് കഴിഞ്ഞ് ആ ഒരു പെണ്ണിൻ്റെ ശരീരം കൊണ്ട് കളയാനായിട്ട് പോകുന്ന സമയത്ത് ഷൂവിൽ ചെളിയും പറ്റി. ഇങ്ങനെ ഈ ഒരു കാര്യമായിരിക്കും സത്യത്തിൽ സംഭവിച്ചത് എന്നുള്ള രീതിയിൽ തൻ്റെ ആ ഒരു സൈക്കോത്തരം അതിപ്പോഴും തന്നെ വിട്ട് പോകുന്നില്ല എന്നുള്ള രീതിയിൽ ഹീറോ അങ്ങനെ ചിന്തിക്കുന്നതും ഹീറോയുടെ സഹോദരി ഉണ്ടല്ലോ ആ ഒരു കന്യാസ്ത്രീ, അവരിപ്പോൾ ഹീറോയുടെ അടുത്തേക്ക് വന്നിട്ട് ഏയ് നീ ഒന്നും വിഷമിക്കേണ്ട ആവശ്യമില്ല, എല്ലാം പതിയെ തന്നെ ശരിയായിക്കോളും എന്ന് പറയുന്നതും പെട്ടെന്ന് നമ്മുടെ ഹീറോ ഇപ്പോൾ കണ്ണടച്ച് കണ്ണ് തുറക്കുമ്പോഴത്തേക്കും ഹീറോയുടെ കൈയും കാലും ഒരു ജനാലയുടെ അടുത്ത് ഇങ്ങനെ കെട്ടിയിട്ടേക്കാണ്. അതും കാണിക്കുമ്പോഴത്തേക്കും അവൻ്റെ അടുത്തായിട്ട് തന്നെ ഹീറോയുടെ ലാപ്ടോപ്പിൻ്റെ മുന്നിൽ നമ്മുടെ കില്ലർ സാം ഇരിക്കുന്നു. നമ്മുടെ ഹീറോ ആണല്ലോ അവൻ്റെ പഴയ കാര്യങ്ങളെല്ലാം ഡോക്യുമെൻ്റ് ആയിട്ട് ആ ഒരു ലാപ്ടോപ്പിൽ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പഴയ കാര്യം മാത്രമല്ല, ഈ ഒരു കില്ലറിനെ കണ്ട കാര്യം, അതിനുശേഷം സംഭവിച്ച എല്ലാ കാര്യങ്ങളും ഇതെല്ലാം ലാപ്ടോപ്പിൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് വായിച്ച് നമ്മുടെ കില്ലർ സാം അവനെപ്പറ്റി എന്തൊക്കെ കാര്യങ്ങൾ അതിൽ എഴുതിയിട്ടുണ്ടോ അത് മാത്രം അതിൽ നിന്ന് ഡിലീറ്റ് ആയി കളയുന്നു. അതുമല്ലാതെ ആ ഒരു കൗൺസിലിംഗ് ക്ലാസ്സിൽ
ചെമ്പ് മുടിക്കാരിയായിട്ടുള്ള ഒരു സ്ത്രീ ഉണ്ടല്ലോ, അവർ നമ്മുടെ ഹീറോയെ ശല്യം ചെയ്യുന്ന ആ ഒരു കാര്യവും ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതും കൂടി വായിക്കുമ്പോഴത്തേക്കും കില്ലർ സാമു പെട്ടെന്ന് പറയും, ഹേയ്, ഈ ഒരു പെണ്ണെ പറ്റി പറയുമ്പോഴത്തേക്കും എനിക്ക് അവളെ കൊന്നോളാൻ വയ്യ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഡോക്യുമെന്റിൽ കില്ലർ എഡിറ്റ് ചെയ്യാണ്. എന്താണെന്ന് വെച്ചാൽ എനിക്ക് ആ ഒരു പെണ്ണിനെ കൊല്ലണം എന്നാഗ്രഹം ഉണ്ടെന്നും പറഞ്ഞിട്ട് അതിലിങ്ങനെ എഡിറ്റ് ചെയ്ത് എഴുതി മാറ്റുന്നതും. ഇപ്പോൾ നമ്മുടെ കില്ലർ സാം എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ആ ഒരു ലേഡിയെ ഇവൻ കൊന്നിട്ട് അത് നമ്മുടെ ഹീറോ കൊന്നതായിട്ട് മാറ്റണം. അതിനുവേണ്ടി സാം ഇപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഹീറോയുടെ ഫോൺ എടുത്തിട്ട് അതിൽ ആ ഒരു ചെമ്പ് മുടിക്കാരി ഉണ്ടല്ലോ അവളെ ഇങ്ങനെ വിളിക്കും. അവളെ വിളിച്ച് ഹീറോയുടെ അടുത്തേക്ക് ഇട്ട് കൊടുക്കുന്നതും അവൾ പെട്ടെന്ന് ഫോൺ എടുത്ത് ഹലോ എന്ന് വെക്കുമ്പോഴത്തേക്കും ഹീറോ പറയും റോങ് നമ്പർ എന്ന് പറഞ്ഞിട്ട് കോൾ കട്ട് ചെയ്യുന്നതും. കില്ലറിന് വേണ്ടത് ഇത് തന്നെയാണ്. എന്താണെന്ന് വെച്ചാൽ ഹീറോ ആ ഒരു ലേഡിയെ വിളിക്കണം, എന്നിരുന്നാലേ അതൊരു തെളിവായിട്ട് മാറത്തുള്ളൂ. എന്നെ തന്നെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കാനായിട്ട് ശ്രമിച്ചു, അപ്പോൾ നിനക്ക് എന്തെങ്കിലും ഒരു പണി തരണ്ടേ? ഞാനും എല്ലാം മറന്ന് വെറുതെ വിടാന്ന് വിചാരിക്കുമ്പോഴത്തേക്കും വീണ്ടും പല കാര്യങ്ങൾ ഓർത്തിട്ട് ചീഫിനോട് ചെന്ന് രക്തസാമ്പിളിനെ പറ്റി വരെ സംസാരിക്കുന്നു. പിന്നെ ഞാനെതിനവിടെ പുല്ല് പറിക്കാനായിട്ട് നിൽക്കുകയാണോ? ആ ഒരു രക്തസാമ്പിളെ മാറ്റിയത് ഞാൻ തന്നെയാണ്. അതുകൊണ്ട് ആ ഒരു ചെമ്പ് മുടിക്കാരിയെ ഞാൻ കൊന്നിട്ട് അത് നീയാണ് കൊന്നതെന്ന് വരുത്തി തീർത്ത് നിന്നെ ജയിലിലേക്ക് പറഞ്ഞു വിട്ടതിന് ശേഷം നിന്റെ മകളെയും ഞാൻ പതിയെ കൊല്ലും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സാം എഴുന്നേറ്റ്, ശരി, എന്തായാലും ഞാൻ ഇപ്പോൾ പറഞ്ഞ കാര്യവും നീ മറക്കാൻ പോവാണ്, നിന്നോട് പറഞ്ഞിട്ടൊരു കാര്യമില്ല എന്നും പറഞ്ഞ് ഹീറോയുടെ കഴുത്തിലേക്ക് ഒരു ഇഞ്ചക്ഷൻ വെച്ച് ഹീറോയെ മയക്കി കിടത്തി കില്ലർ അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. അങ്ങനെ മയങ്ങിക്കിടന്ന നമ്മുടെ ഹീറോ പിന്നീട് കണ്ണു തുറക്കുമ്പോഴത്തേക്കും റൂമിലിപ്പോൾ ആരുമില്ല, ഹീറോ മാത്രമേ ഉള്ളൂ. അതുമല്ല, ഈ റൂമിൽ ആരെങ്കിലും വന്നതായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അലങ്കോലപ്പെടുത്തിയായിട്ടോ ഒന്നും കാണാനും കഴിയുന്നില്ല. എല്ലാം നീറ്റായിട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത്രയും നേരം കണ്ടത് സ്വപ്നമാണോ അതോ യഥാർത്ഥമായിട്ട് നടന്നതാണോ ഒന്നും അറിയത്തില്ല. എന്നിരുന്നാലും ഹീറോ നേരെ ഓടി വന്നിട്ട് തൻ്റെ മകളെ പിടിച്ച് അവളെ സേഫാക്കാൻ വേണ്ടി ഇപ്പോൾ എന്താ ചെയ്തെന്ന് വെച്ചാൽ ഇന്നലെ വന്ന തൻ്റെ സഹോദരി ഉണ്ടല്ലോ, ആ ഒരു സഹോദരിയോടൊപ്പം തന്നെ സാറേനെയും അവനൊരു ടാക്സി വിളിച്ചിട്ട് പറഞ്ഞു വിടാണ്. ഓക്കെ, ഇനിയും വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്തായാലും ശരിയാവത്തില്ല, തൻ്റെ മകൾക്ക് എന്തായാലും അത് അപകടമായിരിക്കും. അതുകൊണ്ട് ആ ഒരു കില്ലർ സാമിനെ കൊല്ലാന്നും പറഞ്ഞ് അവൻ എവിടേക്ക് ഇങ്ങനെ കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും അവനെ ഫോളോ ചെയ്തിങ്ങനെ പോവാണ്. പക്ഷേ നമ്മുടെ കില്ലറിന് നല്ലതുപോലെ തന്നെ അറിയാം ഹീറോ അവനെ ഫോളോ ചെയ്യുന്നുണ്ടെന്ന്. അങ്ങനെ അവൻ നോക്കിയിട്ട് ഒരു മലയുടെ മുകളിലുള്ള ഒരു വീടിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ പോവാണ്. അതുപോലെ ചുറ്റിനാണെങ്കിൽ ആരും ഇങ്ങനെ താമസിക്കുന്നില്ല. ഹീറോ ആണെങ്കിലും തൻ്റെ കാർ അവിടെ നിർത്തിയിട്ട് അവിടെ വന്ന് ഒളിച്ചിങ്ങനെ നോക്കുന്നതും അകത്തേക്ക് പോയ സാം എന്തോ ഒരു ചാക്ക് എടുത്തുകൊണ്ട് വന്നിട്ട് തൻ്റെ കാറിലിട്ട് അതും എടുത്തുകൊണ്ട് അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. അങ്ങനെ അവൻ പോയതിന് ശേഷം ഹീറോ നേരെ ആ ഒരു ബിൽഡിങ്ങിനകത്തേക്ക് ചെന്നിട്ട് അവിടെയുള്ളൊരു ക്യാമറയുണ്ട്, അതെടുത്ത് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കാണ് ആ ഒരു ചെമ്പ് മുടിക്കാരിയായിട്ടുള്ള സ്ത്രീ അതേപോലെ തന്നെ മറ്റൊരുപാട് പെൺകുട്ടികൾ അവരെല്ലാവരെയും ഈ ഒരു കില്ലർ കൊല്ലുന്ന വീഡിയോ ആണ് അതിൽ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. പക്ഷെ ആ ഒരു ലേഡിയെ കൊല്ലുന്നത് ആരാണെന്ന് വീഡിയോയിൽ അറിയാൻ കഴിയുന്നില്ല. അങ്ങനെ ഈ ഒരു കാര്യം നമ്മുടെ ഹീറോ നേരെ ആ ഒരു ചീഫിന്റെ കയ്യിലേക്ക് കൊണ്ടുവന്ന് കൊടുക്കും. എന്നിട്ട് പറയും, നിങ്ങളുടെ കൂടെയുള്ള സാമില്ലേ, അവനാണ് ഈ ഒരു കൊലയെല്ലാം ചെയ്തത്. അവനെ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ സത്യങ്ങളും മനസ്സിലാക്കാൻ കഴിയുമെന്ന് പറയുന്നത്. നമ്മുടെ ചീഫാണെങ്കിലും ഹീറോയെ വിളിച്ച് നേരെ സാമിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് അവനെ വിളിച്ച് ഇങ്ങനെ ചോദ്യം ചെയ്യും. അവിടെയാണ് നമ്മുടെ സാം ഇവരെ എല്ലാവരെയും കൺഫ്യൂഷൻ ആക്കുന്നത്. ഇപ്പോൾ നമ്മുടെ കില്ലർ സാം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, സാർ, ഇവൻ പറയുന്നതെല്ലാം അതുപോലെ വിശ്വസിക്കണോ? ഇവൻ തന്നെയാണ് ആ ഒരു ലേഡിയെ കൊന്നത്. എന്നിട്ട് ആ ഒരു കുറ്റമെല്ലാം എൻ്റെ മുകളിലേക്ക് ഇട്ട് എന്നെ ഒരു കൊലയാളിക്ക് മാറ്റാനാണ് ഇവൻ ശ്രമിക്കുന്നത്. വേണമെങ്കിൽ അവൻ തന്ന ഒരു വീഡിയോ ക്യാമറ ഉണ്ടല്ലോ, അത് പരിശോധിച്ച് നോക്ക്. അതിനകത്തുള്ള ഫിംഗർ പ്രിൻ്റ് അല്ലേ ഇവൻ്റെ അല്ലാതെ മറ്റൊരാളുടെയും ഫിംഗർ പ്രിൻ്റ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പോലും കഴിയത്തില്ല. അതുമാത്രമല്ലാതെ അവൻ കൊന്നു കാണും. അതിനെപ്പറ്റി ഒന്ന് ചോദിച്ചു നോക്ക് എന്നിങ്ങനെ പറയുന്നതും ചീഫ് ഇപ്പോൾ ഹീറോയോട് ചോദിക്കും, അല്ല അവൻ പറഞ്ഞത് ശരിയാണല്ലോ, നിന്റെ മകൾ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ഹീറോ ആദ്യം പറയത്തില്ല. കാരണം അവൾ എവിടെയാണെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ സാം എന്തായാലും അവളെ കണ്ടുപിടിക്കുക. അതുകൊണ്ട് ആദ്യം മിണ്ടാതിരിക്കുമ്പോൾ ചീഫ് പിന്നെയും ചോദിക്കുന്നത് കൊണ്ട് ഹീറോ അവസാനം പറയും, എൻ്റെ സഹോദരിയോടൊപ്പം അവൾ നിൽക്കുന്ന കോൺവെന്റിലേക്ക് അവളെ ഞാൻ പറഞ്ഞു വിട്ടു എന്നിങ്ങനെ പറയുമ്പോൾ അപ്പോഴും നമ്മുടെ കില്ലർ സാം പറയും, സാർ, അത് ഒരിക്കലും വിശ്വസിക്കരുത്, അവൻ്റെ സഹോദരിയേ ഇല്ല, അവൻ്റെ മകൾ തന്നെ ഈ ഒരു കാര്യം എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സംശയം ഉണ്ടെങ്കിൽ അവൻ്റെ സഹോദരി ജീവനോടെ ഉണ്ടെന്ന് ഒന്ന് തെളിയിച്ച് കാണിക്കാൻ പറഞ്ഞ് എന്നിങ്ങനെ പറയുന്നത് ചീഫ് പറയും, ശരി, നിങ്ങളുടെ സഹോദരി എന്ന് വിളിച്ചതെന്ന് പറയുമ്പോൾ ഹീറോ പെട്ടെന്ന് ഫോൺ എടുത്തിട്ട് ഫോണിൽ തൻ്റെ സഹോദരിയുടെ നമ്പർ അടിക്കുമ്പോഴത്തേക്കും നമ്പർ തെളിഞ്ഞു വരുന്നില്ല. ഇവിടെയാണ് നമുക്കൊരു ഒന്നൊന്നര ടെസ്റ്റ് തരുന്നത്. എന്താണെന്ന് കാണിക്കുമ്പോൾ മൊബൈലിൽ തൻ്റെ സഹോദരിയുടെ നമ്പർ കാണാനില്ല. അങ്ങനെ ഹീറോ ആയാലും എന്ത് സംഭവിച്ചെന്നറിയാതെ പെട്ടെന്ന് തൻ്റെ കാർ എടുത്ത് ആ 2 വണ്ടി ഇടിച്ച് മാറ്റി അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് പോവാണ്. ഇപ്പോൾ ഹീറോ നേരെ ചെല്ലുന്നത് തൻ്റെ സഹോദരി നിൽക്കുന്ന ആ ഒരു കോൺവെന്റിലേക്ക്. അവിടെ ചെന്ന് നോക്കുമ്പോഴത്തേക്കും അടുത്തൊരു ടെസ്റ്റ് എന്താണെന്ന് കാണിക്കുമ്പോൾ ഇതിന് മുന്നേ നമ്മുടെ ഹീറോ വരുമ്പോഴത്തേക്കും ഈ ഒരു സ്ഥലം എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതുപോലെയല്ല ഇപ്പോൾ കിടക്കുന്നത്. മൊത്തത്തിൽ കാട് പിടിച്ച് നശിച്ച്. അങ്ങനെ ഹീറോ അകത്തേക്ക് ചെന്ന് നോക്കുമ്പോഴത്തേക്കും അവൻ അന്ന് അവൻ്റെ സഹോദരിയെ കാണാനായിട്ട് വരുമ്പോൾ കഴിച്ചിട്ട് പാതി വെച്ച ആ ഒരു ഫുഡ് ഉണ്ടല്ലോ, അതിപ്പോഴും അവിടെ തന്നെ ഇരിപ്പുണ്ട്. അങ്ങനെയാണെങ്കിൽ തൻ്റെ സഹോദരി ഒരിക്കലും ജീവനോടെ ഇല്ലാതെ നമുക്കിപ്പോൾ മനസ്സിലായി. അങ്ങനെയാണ് കാണിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ കുട്ടിക്കാലത്ത് തന്നെ അവൻ്റെ സഹോദരി സൂയിസൈഡ് ചെയ്യുമായിരുന്നു.
അതുകൊണ്ട് തന്നെ അത് കഴിഞ്ഞിട്ട് തൻ്റെ സഹോദരി ഇപ്പോഴും ജീവനോടെ ഉണ്ടെന്ന് ഇത്രയും നാളും അവൻ വെറുതെ ഇമാജിൻ ചെയ്ത് നടക്കുമായിരുന്നു. അതുമല്ലാതെ 17 വർഷങ്ങൾക്ക് മുന്നേ അവസാനമായിട്ടും ഹീറോ ഒരു ലേഡിയെ കൊന്നിരുന്നല്ലോ. ആ ഒരു ലേഡി അവൻ്റെ സ്വന്തം ഭാര്യ തന്നെയാണ്. അവൻ്റെ ഭാര്യയ്ക്ക് മറ്റൊരാളായിട്ട് ഒരു അഫെയർ ഉള്ളത് കൊണ്ട് അത് കണ്ടുപിടിച്ചാണ് ഹീറോ അവളെ കൊല്ലാനായിട്ട് അവൻ വാങ്ങിയിട്ട് ആ ഒരു വസ്തുവിലേക്ക് കൊണ്ടുപോകുന്നത്. അവിടെ വെച്ച് ആ ഒരു ഭാര്യ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നീ എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോ, പക്ഷേ എൻ്റെ മകളെ നീ ഒന്നും ചെയ്യരുത്, കാരണം അതൊരിക്കലും നിന്റെ രക്തത്തിലുള്ളതല്ല, അത് നിന്റെ മകളല്ല എന്നിങ്ങനെ പറയുന്നതും ഇത്രയും കാലം ഹീറോയെ അവൻ്റെ ഭാര്യയും പറ്റിക്കായിരുന്നു. അങ്ങനെ അവൻ്റെ ഭാര്യ അവിടെ വെച്ച് കൊന്നതിന് ശേഷം അവൻ കാർ എടുത്തുകൊണ്ട് പോകുമ്പോഴത്തേക്കാണ് ആ ഒരു ആക്സിഡന്റ് സംഭവിക്കുന്നത്. സത്യം പറഞ്ഞാൽ കാർ എടുത്തുകൊണ്ട് പോകുന്നത് കുട്ടിയായിരുന്ന സാറയെ കൊല്ലാൻ വേണ്ടിയിട്ട് തന്നെയാണ്. പക്ഷെ ആ ഒരു ആക്സിഡന്റ് സംഭവിച്ച് വീട്ടിലേക്ക് ചെന്നിട്ട് സാറയെ കാണുന്നതും ഇത് തൻ്റെ മകളല്ല, അതുകൊണ്ട് ഇവളും ജീവിച്ചിരിക്കണമെന്ന് പറഞ്ഞ് ഹീറോ സാറയെ കൊല്ലാനായിട്ട് വരുമ്പോഴത്തേക്കും അവൻ്റെ കണ്ണിങ്ങനെ വിട്ടാൻ തുടങ്ങും. ആ ഒരു സമയത്ത് പഴയ കാര്യങ്ങളെല്ലാം അവൻ മറന്നും പോയി. അതുകൊണ്ട് തന്നെ തൻ്റെ ഭാര്യ പറഞ്ഞതൊന്നും അവന് ഓർമ്മയില്ല. അതുകൊണ്ട് നമ്മുടെ സാറ തൻ്റെ മകളാണെന്ന് വിശ്വസിച്ച് അവളെ അന്ന് മുതലേ വളർത്താനും തുടങ്ങി, അവൾക്ക് വേണ്ടി ജീവിക്കാനും തുടങ്ങി. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ഹീറോയ്ക്ക് ഇപ്പോൾ ഓർമ്മ വരുന്നതും മറ്റൊരു കാര്യം കൂടി ഉണ്ടല്ലോ. ഇപ്പോൾ കില്ലർ സാം ചെയ്ത ആ ഒരു കൊലപാതകങ്ങളെല്ലാം അത് താനാണ് ചെയ്തതെന്ന്, അത് അവൻ ചെയ്തതുപോലെ നമ്മുടെ ഹീറോ വെറുതെ ഇമാജിൻ ചെയ്തതാണെന്ന്. അതുകൊണ്ട് തന്നെ ആ ഒരു ചെമ്പ് മുടിക്കാരി അവൻ്റെ മകള് സാറ ഇവരെ രണ്ടുപേരെയും കൊന്നത് ഞാൻ തന്നെ ആയിരിക്കും എന്നുള്ള വിഷമത്തിൽ അവിടെ കിടന്നിട്ട് ഇതിനു മുന്നേ ആ ഒരു റെക്കോർഡറിൽ എന്തൊക്കെ റെക്കോർഡ് ചെയ്തു വെച്ചോ അതെല്ലാം ഒന്നുകൂടി കേൾക്കാൻ വേണ്ടി അതങ്ങനെ പ്ലേ ചെയ്ത് അതും കേട്ട് കിടക്കുന്നതും ഇവിടെ നമ്മുടെ ഹീറോയുടെ ആ ഒരു വസ്തുവിൽ കാണിക്കുമ്പോഴത്തേക്കാണ് പോലീസുകാരെല്ലാം നേരെ ഇവിടേക്ക് വന്നിപ്പോൾ പരിശോധിക്കുകയാണ്. ആൾറെഡി ഹീറോ അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് പോയി, അതുകൊണ്ട് ഹീറോ ആണ് കൊലയാളി എന്ന് പറഞ്ഞിട്ട് ഇവർ ആ ഒരു വസ്തുവിൽ വന്ന് അവിടെയെല്ലാം നല്ലതുപോലെ പരിശോധിക്കുന്നതും അവിടെ വെച്ച് ആ ഒരു ചെമ്പ് മുടിക്കാരി ഉണ്ടല്ലോ അവളുടെ ശരീരം ഇവർക്ക് കിട്ടുകയാണ്. അതുമല്ലാതെ 17 വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ ഹീറോ കൊന്ന എല്ലാവരുടെയും അസ്ഥിയും മറ്റു കാര്യങ്ങളും അതും കണ്ടുകിട്ടുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഹീറോയെ പിടിക്കാനായിട്ട് ഇപ്പോൾ ചീഫും ഒരു ഉത്തരവും വിടുകയാണ്. അതേസമയം ഇവിടെ നമ്മുടെ ഹീറോയെ കാണിക്കുമ്പോൾ ഇനിയും താൻ ജീവിക്കുന്നത് വെറുതെയാണ്, ജീവിച്ചിട്ട് ഒരു കാര്യമില്ല, മരിക്കാമെന്ന് പറഞ്ഞിട്ട് ആ ഒരു ഇഞ്ചക്ഷൻ എടുത്ത് അത് കുത്താനായിട്ട് വരുന്നതും ആ ഒരു റെക്കോർഡിംഗ് ഡിവൈസിൽ ആ ഒരു ഓഡിയോ എങ്ങനെ പ്ലേ ആവുകയാണല്ലോ. അതിലിപ്പോൾ ഹീറോയുടെ മകളുടെ സാറയുടെ ശബ്ദം കേൾക്കാണ്. അച്ഛാ, നിന്നെ ആ ഒരു ഓൾഡ് ഏജ് ഹോമിൽ ആക്കുമെന്നെല്ലാം പറഞ്ഞത് അറിയാതെ പറഞ്ഞു പോയതാണ്, എന്നോട് ക്ഷമിക്കണോ അച്ഛാ. അച്ഛനിപ്പോൾ എന്താ വേണ്ടത്? ഞാൻ ആ ഒരു പോലീസുകാരനോടൊപ്പം പോകരുത്, അങ്ങനെയല്ലേ വേണ്ടു? ഓക്കെ, അവനെ കല്യാണം കഴിക്കാതെ എത്ര കാലം വേണമെങ്കിലും അച്ഛനോടൊപ്പം ഞാൻ ജീവിക്കാം എന്നുള്ള രീതിയിൽ ആ ഒരു റെക്കോർഡ് ചെയ്ത വോയിസ് നമ്മുടെ ഹീറോ കേൾക്കുന്നതും അത് കഴിഞ്ഞപ്പോൾ അടുത്തൊരു ഓഡിയോ പ്ലേ ആവുകയാണ്. അവിടെയാണ് അടുത്തൊരു ടെസ്റ്റ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കില്ലർ സാം ഹീറോയുടെ വീട്ടിലേക്ക് വന്ന് അവനെ കെട്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിരുന്നല്ലോ. അപ്പോഴേ ഇവർ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരുന്ന ആ ഒരു കാര്യങ്ങളെല്ലാം റെക്കോർഡിംഗ് ഡിവൈസിൽ റെക്കോർഡ് ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു സമയത്ത് നമ്മുടെ ഹീറോ ആ ഒരു ഡിവൈസ് ഓൺ ആക്കി വെച്ചേക്കുമായിരുന്നു. ഇപ്പോൾ ആ ഒരു കാര്യങ്ങളെല്ലാം കേൾക്കുമ്പോഴത്തേക്കാണ് ഹീറോയ്ക്ക് മനസ്സിലാവുന്നത് അതുകൊണ്ട് താൻ ആരെയും കൊന്നിട്ടില്ല, കില്ലർ തന്നെയാണ് അവർ രണ്ടുപേരെയും കൊന്നിട്ടുള്ളത് എന്ന് മനസ്സിലാക്കി. അപ്പോൾ ഇതിനു മുന്നേ നടന്നതെല്ലാം സത്യമാണെന്ന് മനസ്സിലാക്കി ഹീറോ പെട്ടെന്ന് വെളിയിലേക്ക് ഇറങ്ങി വന്നിട്ട്, ചെമ്പുമുടിക്കാരിയെ കൊന്നത് എന്തായാലും ഞാനല്ല, പക്ഷേ എൻ്റെ മകളെ ഞാൻ ആരോടൊപ്പമാണ് പറഞ്ഞു വിട്ടത്? എന്തായാലും എൻ്റെ സഹോദരി ജീവനോടെ ഉണ്ടെന്ന് അത് വെറുതെ ഞാൻ ഇമാജിൻ ചെയ്ത് നടക്കുമായിരുന്നു. അത് ഓക്കെ, അത് പോട്ടെ, പക്ഷേ സഹോദരി ഇല്ലാത്ത ആ ഒരു സ്ഥാനത്ത് ചേച്ചി എൻ്റെ മകളെ നല്ലതുപോലെ നോക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ടാക്സിയിൽ അവളെ പറഞ്ഞു വിട്ടു. പക്ഷെ ഇപ്പൊ തന്റെ മകൾ എവിടേക്കാണ് പോയത്, ഏത് ടാക്സിയിലാണ് പറഞ്ഞു വിട്ടത്, ആ ഒരു ടാക്സിയുടെ നമ്പർ എന്താണ്, ഇതൊന്നും നമ്മുടെ ഹീറോയ്ക്ക് ഓർമ്മയില്ല. അങ്ങനെ അതെല്ലാം ആലോചിച്ച് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കാണ് അവസാനം അതൊരു ടാക്സി അല്ല, പകരം അത് നമ്മുടെ കില്ലർ സാമിന്റെ വണ്ടി തന്നെയായിരുന്നു. അപ്പോൾ തന്റെ മകളെ അവൻ കയറ്റി വിട്ടത് കില്ലർ സാമിന്റെ കൂടെ. ആ ഒരു സമയത്ത് ഹീറോയ്ക്ക് വേറെ ഓർമ്മയൊന്നുമില്ലാത്തത് കൊണ്ട് ആ ഒരു ഇമാജിൻ വേൾഡിൽ ജീവിക്കുന്നത് കൊണ്ട് തന്നെ തന്റെ സഹോദരിയും അതേപോലെ തന്നെ വന്നതൊരു ടാക്സിക്കാരനാണെന്ന് പറഞ്ഞിട്ടാണ് സാറയെ അവനോടൊപ്പം പറഞ്ഞു വിടുന്നത്. അതുമല്ല സാറ ആ ഒരു സമയത്ത് ഒരിക്കലും അത് സമ്മതിക്കത്തില്ല. എന്നിരുന്നാലും തൻ്റെ അച്ഛൻ ഈ ഒരു അവസ്ഥയാണല്ലോ, അതുകൊണ്ട് കുറച്ച് നാൾ മാറി നിൽക്കാമെന്നും പറഞ്ഞ് സാമിനെയാണെങ്കിൽ അവൾ സ്നേഹിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് സാമിനോടൊപ്പം അവളും കയറിപ്പോയത്, അവനൊരു കില്ലറാണെന്ന് പോലും അറിയാതെ. അങ്ങനെ ഈ ഒരു കാര്യം ഓർമ്മ വന്നതും നമ്മുടെ ഹീറോ എന്താ ചെയ്യുന്നത് വെച്ചാൽ പെട്ടെന്ന് ആ ഒരു ചീഫിനെ വിളിച്ചിട്ട് റെക്കോർഡിംഗ് ഡിവൈസിൽ കില്ലറും നമ്മുടെ ഹീറോയും സംസാരിച്ച ആ ഒരു കാര്യം ഉണ്ടല്ലോ, അത് ഇപ്പോൾ ആ ഒരു ചീഫിന് ഫോൺ വഴി ഇങ്ങനെ അയച്ചു കൊടുക്കുന്നു. അങ്ങനെ ഈ ഒരു കാര്യം നമ്മുടെ ചീഫ് ഒറ്റയ്ക്ക് നിന്ന് ഇങ്ങനെ കേൾക്കുമ്പോഴത്തേക്കാണ് ചീഫിന് എല്ലാ കാര്യങ്ങളും മനസ്സിലാവുന്നത് തൻ്റെ മുന്നിൽ നിൽക്കുന്ന സാമ് തന്നെയാണ് യഥാർത്ഥ കില്ലറെന്ന്. എടാ ചട്ടി തലയിൽ കമഴ്ത്തിയവനെ, എൻ്റെ മുന്നിൽ നിന്നിട്ട് ഇത്രയും കാര്യം ചെയ്ത് ഒന്നും അറിയാത്തതുപോലെ നീ ഇങ്ങനെ അഭിനയിക്കുന്നല്ലോ, ശരി എന്നുള്ള രീതിയിൽ നമ്മുടെ ചീഫ് സാമിൻ്റെ അടുത്തേക്ക് ചെന്നിട്ടാണ് പറയുന്നത്, ഓക്കെ സാം, ഇനിയിപ്പോൾ നീ എന്തായാലും സ്റ്റേഷനിലേക്ക് വിട്ടോ, ഇവിടുത്തെ കാര്യങ്ങളെല്ലാം തീർത്തിട്ട് ഞാൻ പെട്ടെന്ന് അങ്ങ് വരാം എന്ന് പറയുന്നതും സാം അവിടെ നിന്നും വണ്ടി എടുത്തിട്ട് അങ്ങനെ പോകുമ്പോഴത്തേക്കും നമ്മുടെ ചീഫ് അവൻ അറിയാതെ തന്നെ അവനെ ഫോളോ ചെയ്ത് പോവാണ്. അതേസമയം തന്നെ ചീഫ് പോകുന്ന ആ ഒരു സ്ഥലം ഏതാണെന്ന് ഹീറോയോട് വിളിച്ച് പറയുന്നത് കൊണ്ട് ഹീറോയും ആ ഒരു സ്ഥലത്തേക്ക് ചെല്ലുന്നു. അങ്ങനെ നമ്മുടെ കില്ലറാണെങ്കിൽ ഒരു കാടിനകത്തേക്ക് വണ്ടി ഓടിച്ച് കയറ്റുന്നതും
നമ്മുടെ ചീഫും പതിയെ വണ്ടി നിർത്തിയിട്ട് അവന്റെ പുറകെ തന്നെ ഫോളോ ചെയ്ത് പോകുന്നു. അങ്ങനെ ആ ഒരു വീടിനകത്ത് കാണിക്കുമ്പോഴത്തേക്കാണ് എന്തോ ഭാഗ്യം, സാർ ഇതുവരെ മരിച്ചിട്ടില്ല, സാറെ അവൻ കൊന്നിട്ടില്ല. അകത്തേക്ക് വരുമ്പോഴത്തേക്കും സാർ ചോദിക്കും, അല്ല എൻ്റെ അച്ഛൻ എവിടെയാ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ നമ്മുടെ കില്ലർ സാമു പറയും, ഞാൻ നിന്നോട് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു നിന്റെ അച്ഛൻ ഒരു സീരിയൽ കില്ലറാണെന്ന്. നിന്റെ അച്ഛൻ വാങ്ങിയ ആ ഒരു സ്ഥലത്ത് നിന്നും അവൻ കൊന്നിട്ടുള്ള എല്ലാവരുടെയും ശരീരം ഇപ്പോൾ കണ്ടെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിലാണെങ്കിലോ നിന്റെ അമ്മയുടെ ശരീരവും എന്നുള്ള കാര്യങ്ങളും നമ്മുടെ ഹീറോയുടെ പഴയ എല്ലാ കാര്യങ്ങളും അവളോട് ഇങ്ങനെ പറയുന്നതും ഈ ഒരു കാര്യങ്ങളെല്ലാം നമ്മുടെ ചീഫ് ജനലയുടെ അടുത്ത് നിന്നിട്ട് ഒളിഞ്ഞിങ്ങനെ കേൾക്കാണ്. എന്നിട്ട് സാറ് ജീവനോട് ഉണ്ടെന്നുള്ള കാര്യം ഹീറോയെ വിളിച്ചിട്ട് ഒരിടത്ത് ഒളിച്ചു നിന്ന് ഹീറോയുടെ ആ ഒരു കാര്യം പറയുമ്പോഴത്തേക്കാണ് ഓഹോ അവന്റെ പുറകിൽ കാണിക്കുമ്പോൾ കില്ലർ ഇപ്പോൾ ചീഫിന്റെ പുറകിൽ വന്നിട്ട് ചീഫിന്റെ കഴുത്ത് ഞെരിച്ച് അവിടെ വെച്ച് കൊല്ലുകയും ചെയ്യുന്നു. എന്നിട്ട് ആ ഒരു ഫോൺ എടുത്ത് ലൈനിലുള്ള ഹീറോയോട് ചിരിച്ചുകൊണ്ട് ഇവനിങ്ങനെ പറയുമ്പോഴത്തേക്കും എന്തോ ഭാഗ്യത്തിന് നമ്മുടെ സാറ ഇവൻ ആ ഒരു ചീഫിനെ കൊന്ന കാര്യം ഇങ്ങനെ കാണുന്നു. എന്നിട്ട് സാറ് വിട്ടെന്ന് പറയും, ഹേയ് അപ്പൊ എൻ്റെ അച്ഛൻ പറഞ്ഞതുപോലെ നീ ഒരു കൊലയാളിയാണോ എന്നിങ്ങനെ പറയുന്നതും അത് കഴിഞ്ഞിട്ട് അവൾ ആ ഒരു വീട്ടിൽ നിന്നും വെളിയിലേക്ക് ഇറങ്ങി ഇങ്ങനെ ഓടാണ്. അപ്പോൾ ആളില്ലാത്ത ഈ ഒരു കാട്ടിൽ എത്ര ഓടിയിട്ട് ഒരു കാര്യമല്ല, ഒരുപാട് ഓടുമ്പോഴത്തേക്കും കില്ലർ പുറകെ വന്ന് സാറയെ പിടിക്കുകയും ചെയ്യുന്നു. പിടിച്ച് കെട്ടിയിട്ട് വീടിനകത്തേക്ക് കൊണ്ടുപോയി നല്ല രീതിയിൽ അടിക്കുകയും ചെയ്യാണ്. അതേസമയം മറ്റൊരിടത്ത് നമ്മുടെ ഹീറോ ഈ ഒരു സ്ഥലത്തേക്ക് വരുവാണല്ലോ. അതുകൊണ്ട് മറന്നാലേ ഈ ഒരു കാര്യം പിന്നെ ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് തന്നോട് തന്നെ ഇങ്ങനെ പറയുന്നത് പോലെ, ഡേ ഹീറോ നീ പാസ്റ്റിലെ ഒരു കൊലയാളി തന്നെയായിരുന്നു, പക്ഷെ ഇപ്പോൾ നിനക്കെതിരായിട്ട് മറ്റൊരു കൊലയാളിയുണ്ട്. അവന്റെ കയ്യിൽ നിന്ന് നിന്റെ മകളെ രക്ഷിക്കണം. അതിനു വേണ്ടിയിട്ട് അവനെ തന്നെ നീ ആദ്യം കൊല്ലുകയും വേണം എന്നുള്ള കാര്യം അതിലിങ്ങനെ റെക്കോർഡ് ചെയ്തിട്ട് ഇവിടെ കില്ലറിന്റെ അടുത്ത് കാണിക്കുമ്പോഴത്തേക്കാണ് സാറയെ അവൻ കെട്ടിയിട്ടിട്ട് ഒരു കണ്ണാടിയുടെ മുന്നിലേക്ക് വന്നിരുന്ന് അവന്റെ തലയുടെ ചെറിയൊരു ഭാഗം അങ്ങനെ ഇളക്കി മാറ്റുന്നു. ഇവന്റെ തലയിൽ ഇപ്പോൾ എന്താ സംഭവിച്ചത് എന്ന് നമ്മൾ നോക്കുമ്പോഴത്തേക്കാണ് ഇതിന് കാരണം കുട്ടിക്കാലത്ത് അവന്റെ അമ്മ ചെയ്തൊരു കാര്യമാണ്. എന്താണെന്ന് വെച്ചാല് കുട്ടിക്കാലത്ത് നമ്മുടെ സാമിന്റെ അച്ഛനും അമ്മയ്ക്കും ഒരു വഴക്ക് നടന്നിരുന്നു. അതിലെ സാമിന്റെ അച്ഛനാണെങ്കിൽ അവന്റെ അമ്മയെ നല്ല രീതിയിൽ അടിക്കുകയും ചെയ്തു. ഒരു വിധത്തിൽ ഇത് കണ്ട് സഹിക്കാൻ കഴിയാതെ സാം കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ഒരു കത്തി എടുത്തിട്ട് തന്റെ അച്ഛനെ കൊല്ലാന്ന് പറഞ്ഞ് ഓടി അടുത്തേക്ക് ചെല്ലുന്നതും, പക്ഷെ ഇത് കണ്ട് അവന്റെ അമ്മയാണെങ്കിലും ഒരു ഇരുമ്പ് റാഡ് എടുത്തിട്ട് അവന്റെ തലയിലേക്ക് ഒരു ഒറ്റയടി തന്റെ അമ്മയെ സപ്പോർട്ട് ചെയ്യാനായിട്ട് പോയ സാമിന് ആ ഒരു അവസ്ഥ സംഭവിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് അവൻ ഈ ഒരു സ്ത്രീകളെന്ന് പറഞ്ഞാൽ വെറുപ്പാവാൻ തുടങ്ങിയത്. അതുകൊണ്ടാണ് അവൻ സ്ത്രീകളെ മാത്രം തേടി പിടിച്ച് കൊല്ലാനും തുടങ്ങിയത്. അങ്ങനെ ഇതെല്ലാം ആ ഒരു കണ്ണാടിയിലൂടെ കണ്ട് അങ്ങനെ ഓർത്ത് നോക്കിയിട്ട് പെട്ടെന്ന് അവൻ തിരിഞ്ഞു വരുമ്പോഴത്തേക്കും കെട്ടിയിട്ടിരുന്ന നമ്മുടെ സാറയെ അവിടെ കാണാനില്ല. ഓക്കെ, ഒരുപക്ഷെ വെളിയിലേക്ക് പോയി കഴിഞ്ഞാൽ കാറിൽ കയറി രക്ഷപ്പെടാനായിട്ടായിരിക്കും അവൾ ശ്രമിക്കുന്നത് എന്നും പറഞ്ഞിട്ട് ഓടി വെളിയിലേക്ക് വന്ന് അവന്റെ കാറിലേക്ക് ഇങ്ങനെ കയറുന്നതും പുറകിൽ കാണിക്കുമ്പോൾ നമ്മുടെ ഹീറോ ഇവിടേക്ക് നല്ല സ്പീഡിന് വന്നിട്ട് സാം ആ ഒരു കാറിലുണ്ടെന്ന് തന്നെ മനസ്സിലാക്കി അവന്റെ കാറിലേക്ക് ഒരു ഒറ്റയിടി. അങ്ങനെ നടന്ന ആ ഒരു ആക്സിഡന്റിൽ നമ്മുടെ കില്ലറിന്റെ ബോധം പോയിട്ട് ഹീറോ നേരെ വെളിയിലേക്ക് ഇറങ്ങി വന്ന് ആ ഒരു വീടിനകത്തേക്ക് കയറിയിട്ട് മോളെ സാറാ നീ എവിടെയാന്നല്ല ഇങ്ങനെ ചോദിക്കുന്നതും ഇപ്പൊ അവസാനമായിട്ടും ആ ഒരു വീട്ടിന്റെ കർട്ടൻ ഭാഗത്ത് അതിന്റെ പുറകില് ഒളിച്ചിരിക്കുന്ന നമ്മുടെ സാറെ അവൻ കണ്ടുപിടിക്കുകയും ചെയ്യുന്നു. പക്ഷെ ഈ ഒരു സമയം നോക്കി എല്ലാം കൂടി നശിക്കാൻ വേണ്ടി നമ്മുടെ ഹീറോയ്ക്ക് ഇപ്പോൾ വീണ്ടും ആ ഒരു കണ്ണ് ചിമ്മാൻ തുടങ്ങാണ്. അതുകൊണ്ട് തന്നെ ഇതിനു മുന്നേ നടന്ന എല്ലാ കാര്യങ്ങളും ഹീറോ മറക്കുകയും ചെയ്യും. അതേസമയം ബോധം വന്ന നമ്മുടെ കില്ലർ അവൻ പതിയകത്തേക്ക് കയറി വന്ന് ഹീറോയെ കൊല്ലാനായിട്ട് വരുമ്പോഴത്തേക്കാണ് എല്ലാ കാര്യങ്ങളും മറന്നതുപോലെ നിൽക്കുന്ന ഹീറോയെ കാണുമ്പോഴത്തേക്കും അവന് മനസ്സിലായി ഈ ഒരുത്തൻ എല്ലാം മറന്നിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. അങ്ങനെ ഹീറോയുടെ മുന്നിലേക്ക് വന്നിട്ട് നമ്മുടെ സാം, ഓ അപ്പോൾ എല്ലാം മറന്നു നിൽക്കുകയാണല്ലേ, ശരി വീട്ടിലേക്ക് പോകാനായിട്ട് വഴി അറിയത്തില്ല, ഓക്കെ അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. അതിനു മുന്നേ ഞാനൊരു പെണ്ണുമായിട്ട് ഇവിടെ ഒരു ഗെയിം കളിക്കുകയാണ്. ആ ഒരു പെണ്ണ് എവിടെയോ ഒളിച്ചിരിപ്പുണ്ട്, അവൾ എവിടെയാണ് ഒളിച്ചിരിക്കുന്നത് നീ കണ്ടോ, കണ്ടെങ്കിലേ അവളെ എനിക്ക് കാണിച്ചു തന്നാൽ മാത്രം മതി, നിന്നെ ഞാൻ വീട്ടിലേക്ക് കൊണ്ടാക്കാം എന്നിങ്ങനെ പറയുന്നതും പാവം നമ്മുടെ ഹീറോ അങ്ങനെ പെട്ടെന്ന് സാറ് എവിടെയാണ് ഒളിച്ചിരിക്കുന്നതെന്ന് ആ ഒരു കർട്ടന്റെ പുറകിലേക്ക് അങ്ങനെ കൈ ചൂണ്ടി ഇങ്ങനെ കാണിക്കുന്നതും ഇപ്പോൾ തൻ്റെ മകളെ താൻ തന്നെ കാട്ടിക്കൊടുക്കുകയും ചെയ്തു. അപ്പോഴേക്കും നമ്മുടെ കില്ലർ സാം ഒരു തുണിയെടുത്ത് ഹീറോയുടെ കഴുത്തിലേക്കിട്ട് ഹീറോയെ കഴുത്ത് ഞെരിച്ച് കൊല്ലാനായിട്ട് ഇങ്ങനെ ശ്രമിക്കുമ്പോഴത്തേക്കും ഈ ഒരു കാര്യം സാറ് കണ്ടിട്ട് പെട്ടെന്ന് അവൾക്ക് സഹിക്കാൻ കഴിയതേ അച്ഛാ എന്ന് പറഞ്ഞ് ഇങ്ങനെ വിളിക്കുന്നതും ഈ ഒരു ശബ്ദം കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയ്ക്ക് മറന്ന കാര്യങ്ങളെല്ലാം വീണ്ടും ഓർമ്മ വരികയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹീറോ കില്ലറുമായിട്ട് നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്യുന്നു. പക്ഷേ കില്ലർ ചെറുപ്പക്കാരനായതുകൊണ്ട് തന്നെ ഹീറോയോട് നല്ലതുപോലെ പിടിച്ചു നിൽക്കുന്നുണ്ട്. എന്നിരുന്നാലും ഒരവസരത്തിൽ നമ്മുടെ ഹീറോ അവനെ അടിച്ച് താഴേക്കിട്ട് അവൻ്റെ മുകളിലേക്ക് കയറിയിരുന്ന് അവൻ ചാവുന്നത് വരെ കുത്തി 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 കില്ലറിനെ കൊല്ലാണ്. അങ്ങനെ ഇത് കാണുന്ന നമ്മുടെ സാറ പെട്ടെന്ന് ഹീറോയെ നോക്കിയിട്ട് പറയും, അച്ഛാ അപ്പോൾ അവൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളൊരു കൊലയാളിയായിരുന്നു, അമ്മയെ കൊന്നത് നീയാണോന്നില്ല ഇങ്ങനെ ചോദിച്ച് എൻ്റെ അടുത്തേക്ക് വരരുതെന്നെല്ലാം പറഞ്ഞിട്ട് പുറകിലേക്ക് ഇങ്ങനെ പോകുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോ അങ്ങനെ കരഞ്ഞുകൊണ്ട് പറയും, അവൻ പറഞ്ഞതെല്ലാം ശരി തന്നെയാണ്, ഞാൻ ഒരു കൊലയാളിയാണ്, പക്ഷേ അത് കണ്ട് നീ ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം എൻ്റെ ഒരു തുള്ളി രക്തം പോലും നിന്റെ ശരീരത്ത് ഓടുന്നില്ല. നീ എൻ്റെ സ്വന്തം മകളെയല്ല ഒരു കൊലയാളിയുടെ മകളെന്ന് പറഞ്ഞിട്ട് ഒരിക്കലും നിനക്ക് വിഷമിക്കേണ്ടി വരത്തില്ല. അതുകൊണ്ട് നിനക്ക് ഫ്രീ ആയിട്ട് തന്നെ ഇനി ജീവിക്കാം എന്ന് വളരെ വിഷമത്തോടെ
നമ്മുടെ ഹീറോ അങ്ങനെ പറയുന്നതും അത് കഴിഞ്ഞിട്ട് ഇവിടേക്ക് പോലീസ് വരുന്നു. അതേപോലെ തന്നെ സാമിനെ കൊന്ന ആ ഒരു കുറ്റത്തിന് നമ്മുടെ ഹീറോയെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവാണ്. അതുമല്ല ഹീറോയ്ക്ക് ഈ ഒരു അൽഷിമേഴ്സ് എന്ന് പറഞ്ഞ അസുഖം ഉള്ളത് കൊണ്ട് തന്നെ ഡയറക്റ്റ് ജയിലിൽ ഇടത്തില്ല. ഈ അസുഖമുള്ളവരെ ഇടുന്നൊരു ജയിലുണ്ടല്ലോ അവിടേക്ക് കൊണ്ടിടുകയും ചെയ്യും. അതേസമയം തന്നെ സാറയ്ക്ക് ഹീറോ യൂസ് ചെയ്തിരുന്ന കാര്യങ്ങളെല്ലാം അടങ്ങിയ ഒരു പെട്ടി ഇങ്ങനെ കിട്ടുമ്പോഴത്തേക്കും അതിൽ ഹീറോ റെക്കോർഡ് ചെയ്ത് വെച്ച ആ ഒരു ഡിവൈസ് ഉണ്ടല്ലോ അതും സാറയ്ക്ക് കിട്ടുന്നു. അങ്ങനെ അതെടുത്ത് പ്ലേ ചെയ്ത് കേൾക്കുമ്പോഴത്തേക്കാണ് അവസാനമായിട്ട് ഹീറോ റെക്കോർഡ് ചെയ്ത ആ ഒരു കാര്യം ഉണ്ടല്ലോ, ഏയ് ഹീറോ, നീ ഒരു കൊലയാളി തന്നെയാണ്, പക്ഷെ ഇപ്പോൾ നിന്റെ ലക്ഷ്യം നിന്നെ പോലെയുള്ള മറ്റൊരു കൊലയാളിയെ കൊല്ലുക എന്നുള്ളതാണ് എന്നുള്ള കാര്യം പറയുമല്ലോ. അതല്ലാതെ സാറയെ പറ്റി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സാമിന്റെ കയ്യിൽ നിന്ന് നിന്റെ മകളെ രക്ഷിക്കണം. നിന്റെ മകളായിട്ട് അവൾ ഒരിക്കലും ജനിച്ചിട്ടില്ല, പക്ഷെ അവളെ വളർത്തിയത് നീയാണ്. അവളുടെ സ്വന്തം അച്ഛൻ നീ അല്ലെങ്കിലും അവളുടെ വളർത്തച്ഛനായിട്ടെങ്കിലും നിനക്ക് അവളെ രക്ഷിക്കാൻ കഴിയും. അതുകൊണ്ട് നീ അവളെ രക്ഷിച്ചേ പറ്റൂ എന്നുള്ള കാര്യവും ഹീറോ അതിൽ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം കേൾക്കുമ്പോഴത്തേക്കും സാറയ്ക്കായാലും ഇതെല്ലാം കേൾക്കുമ്പോഴത്തേക്കും നല്ല വിഷമായി. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഹീറോയെ പരിചരിക്കാൻ വേണ്ടിയിട്ട് അവളായാലും നേരെ അവിടേക്ക് ചെന്ന് ഹീറോയെ നല്ലതുപോലെ നോക്കുന്നുണ്ട്. പക്ഷെ ഹീറോയ്ക്കാണെങ്കിലോ വന്നത് തൻ്റെ മകളാണെന്ന് പോലും ഓർമ്മയില്ല. അവൻ്റെ സഹോദരിയാണെന്ന് പറഞ്ഞിട്ടാണ് സാറയോട് സംസാരിക്കുന്നത് തന്നെ. അങ്ങനെ ഹീറോ ആയാലും തൻ്റെ ജീവിതത്തിൽ നടന്ന പല കാര്യങ്ങളും മറന്ന് ഒരു കുട്ടിയെ പോലെ തന്നെ ആയി മാറി. കാരണം ഒരു കുട്ടി ജനിക്കുമ്പോഴത്തേക്ക് എങ്ങനെയാണ് ഓരോ കാര്യങ്ങളും മനസ്സിലാക്കിയാണല്ലോ വരുന്നത്. അങ്ങനെ ഇപ്പോൾ ഹീറോയുടെ ശിക്ഷയെല്ലാം കഴിഞ്ഞിട്ട് അവൻ നേരെ വെളിയിലേക്ക് വരുന്നതും ഹീറോയ്ക്ക് അവൻ്റെ ജീവിതത്തിൽ നടന്ന പല കാര്യങ്ങളും മറന്നിട്ടുണ്ടെങ്കിലും ഒരു കാര്യം മാത്രമേ ഇപ്പോഴും മറന്നിട്ടില്ല. കില്ലർ സാം ഇപ്പോഴും ജീവനോടെ തന്നെ ഉണ്ടെന്നാണ് അവൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തൻ്റെ മകളെ രക്ഷിക്കാൻ വേണ്ടി അവനെ എങ്ങനെയെങ്കിലും കൊന്നേ പറ്റൂ എന്നും ചിന്തിച്ചുകൊണ്ട് ഹീറോ അങ്ങനെ നിൽക്കുന്നതും എന്തായാലും ഇത് വെച്ചിട്ട് ഹീറോ ഇനി ഒരുപാട് പേരെ കൊല്ലാൻ പോകുന്നത് നമുക്ക് മനസ്സിലായി. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു മൂവി ആയിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു മൂവി ആയിട്ട് വരുന്നത് വരയ്ക്കും ബൈ.